ബലിജീവിതം ദൈവസ്നേഹത്തിൻ സാഗരമല്ലോ. ഭവനം ദേവാലയം ജീവത്യാഗത്തിൻ ബലിവേദിയല്ലോ. ഒന്നാക്കി മാറ്റുവാൻ പറുദീസ തീർക്കുവാൻ, ഒന്നാക്കി മാറ്റുവാൻ പറുദീസ തീർക്കുവാൻ ക്ഷേമത്തിൻ പദ്ധതിയല്ലോ കുടുംബം. സ്വർഗീയ സ്നേഹത്തിൻ പൂങ്കാവനമല്ലോ. സ്നേഹത്തിൽ ഒന്നായി ലയിക്കാൻ, ഇണയായി തുണയായി തീരാൻ. ദൈവസ്നേഹത്തിൽ ഒന്നായി ലയിക്കാൻ, ഇണയായി തുണയായി തീരാൻ. ക്ഷമിച്ചും സഹിച്ചും ഭാരങ്ങൾ പങ്കിട്ടും ഒരു യാഗബലിയായി തീരാൻ. സഹിച്ചും ഭാരങ്ങൾ പങ്കിട്ടും ഒരു യാഗബലിയായി തീരാൻ. വരമരുളി ദൈവം, കൃപയേകി ദൈവം, സന്താന സൗഭാഗ്യവുമേകി ദൈവം. വരമരുളി ദൈവം, കൃപയേകി ദൈവം, സന്താന സൗഭാഗ്യവുമേകി ദൈവം. കുടുംബം ബലിജീവിതം ദൈവസ്നേഹത്തിൻ സാഗരമല്ലോ. ഭവനം ദേവാലയം ജീവത്യാഗത്തിൻ ബലിവേദിയല്ലോ. സ്വർഗീയ ഗേഹമൊരുക്കാൻ, താങ്ങായി തണലായി മുന്നേറാൻ. ഭൂവിൽ സ്വർഗീയ ഗേഹമൊരുക്കാൻ, താങ്ങായി തണലായി മുന്നേറാൻ. സ്നേഹിച്ചും സ്തുതിച്ചും ഹൃദയങ്ങൾ പങ്കിട്ടും തിരുകുടുംബമായി തീരാൻ. സ്നേഹിച്ചും സ്തുതിച്ചും ഹൃദയങ്ങൾ പങ്കിട്ടും തിരുകുടുംബമായി തീരാൻ. നൽകണമേ നാഥ ആത്മാവിനെയും ആയുരാരോഗ്യവും നൽകിയിടണമേ. നൽകണമേ നാഥ ആത്മാവിനെയും ആയുരാരോഗ്യവും നൽകിയിടണമേ. ബലിജീവിതം ദൈവസ്നേഹത്തിൻ സാഗരമല്ലോ. ഭവനം ദേവാലയം ജീവത്യാഗത്തിൻ ബലിവേദിയല്ലോ. ഒന്നാക്കി മാറ്റുവാൻ പറുദീസ തീർക്കുവാൻ, ഒന്നാക്കി മാറ്റുവാൻ പറുദീസ തീർക്കുവാൻ ക്ഷേമത്തിൻ പദ്ധതിയല്ലോ കുടുംബം. സ്വർഗീയ സ്നേഹത്തിൻ പൂങ്കാവനമല്ലോ.
നമ്മുടെ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി അവർക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് താമസിച്ച് ധ്യാനിക്കാൻ സൗകര്യം കുറവാണ്, തീരെ സൗകര്യം കുറവാണ്. അപ്പം അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്ന് സഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനത്തിൽ പങ്കുചേരാൻ സഹിയോൻ ധ്യാന കേന്ദ്രം ഒരു അവസരം ഒരുക്കുകയാണ്. ആ ധ്യാന പരമ്പരയുടെ പേരാണ് ഉണർവിൻ കൊടുങ്കാറ്റ്. അഭിഷേകാഗ്നി ധ്യാനം എന്നതുപോലെ ഇത് മറ്റൊരു വിധത്തിലുള്ള ധ്യാനമാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആദ്യം തന്നെ ഉണർവിൻ കൊടുങ്കാറ്റ് എന്ന ധ്യാന പരമ്പരയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം ആശംസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെയും ഇതിൽ പങ്കാളിയാക്കിയതിനോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. അത്ഭുതകരമായ അഭിഷേകം അവിടുന്ന് ചൊരിയണമേ. പരിശുദ്ധാത്മാവിനെ അവിടുന്ന് വർഷിക്കണമേ. കൃപകളും വരങ്ങളും ദാനങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകനും മകൾക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. എൻ്റെ വീട്ടിലെന്നും നല്ല ആരോഗ്യം ഉണ്ടാകണം. എൻ്റെ വീട്ടിലെന്നും നല്ല സമാധാനം ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ എന്നും നല്ല പരിശുദ്ധാത്മ നിറവുണ്ടാകണം. കുടുംബത്തിൽ എന്നും പ്രാർത്ഥനയുണ്ടാകണം. അങ്ങനെ ആത്മീയതയും സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും എല്ലാം കുടുംബത്തിൽ നിറഞ്ഞു തൊളുമ്പി നിൽക്കാൻ ദൈവം സ്വർഗീയമായൊരു വഴി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതാണ് ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 6-ാം തിരുലിഖിതം. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. ഇതാണ് ദൈവത്തിന് ഒന്നാമത്തെ നിർദ്ദേശം. അപ്പോൾ കല്യാണം കഴിക്കാത്തവർ, കല്യാണപ്രായമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ വേഗം പോയി എന്ത് ചെയ്യണം? ദയവ് ചെയ്ത് വേഗം പോയി കല്യാണം കഴിക്കുക. വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും കാര്യമല്ല ഈ പറയുന്നത്. അവർ ദൈവവിളി സ്വീകരിച്ചവരാണ്. ദൈവവിളി സ്വീകരിച്ചവർ കുടുംബജീവിതത്തേക്കാൾ ഉയർന്ന വലിയൊരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ദൈവം സ്വന്തമായി വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 3 തരത്തിലുള്ള ജീവിതാന്തസ്സുകളെ കുറിച്ച് ഒന്ന് ദൈവവിളിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ സമർപ്പിത ജീവിതത്തിലേക്കുള്ള വിളി. 2 കുടുംബജീവിതം. 3 സിംഗിളായി ജീവിക്കുന്ന അപൂർവം ചില ആളുകൾക്കൊരു വിളിയുണ്ട്, സിംഗിൾ ലൈഫിലേക്കുള്ള വിളി. ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് വിവാഹം കഴിക്കുന്ന ആളുകളെ കുറിച്ചുള്ള, വിവാഹം കഴിക്കാനുള്ളവരുടെ വിളിയെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത്. സാധാരണ ഒരു ആളുടെ വിളി. ദൈവം പറയാണ്, നിങ്ങൾ വേഗം പോയി കല്യാണം കഴിക്കുവിൻ. ഈ വചനം കേട്ടപ്പോൾ ഞാൻ അത്ഭുതപൂർവ്വം ചിന്തിച്ച്, ഈ കല്യാണം കഴിക്കേണ്ട കാര്യം ഒരു കൽപ്പനയായി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലാതെ തന്നെ ഇവിടെ പലരെയും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ കല്യാണം കഴിക്കുന്ന ഇങ്ങനെ ബൈബിളിൽ പറയേണ്ട കാര്യമുണ്ടോ? അതും സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച് സകല കാര്യങ്ങൾക്കും ജീവനും ജീവിതവും നൽകി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന മഹാശക്തനായ ദൈവം വന്ന് ഈ നിസ്സാര കാര്യം പോലെ കൽപ്പിക്കും. ഒരു കൽപ്പനയാണിത്, നിങ്ങൾ പോയി കല്യാണം കഴിക്കുവിൻ. ഞാൻ ചിന്തിച്ച് ഇത്ര ഒരു സ്ഥലം ബൈബിളിൽ കളയേണ്ട കാര്യം, അത് തന്നെ പോയി കഴിച്ചോളും കുറച്ച് കഴിയും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇത് നിർദ്ദേശം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു ചിന്ത വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഈ അടുത്ത കാലത്ത് പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലുമുള്ള സംഭവങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കാലഘട്ടം ഉണ്ടാകും ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം ഒരു കൽപ്പന തരാൻ തന്നെ നിർബന്ധിതനായി. അനേക രാജ്യങ്ങളിൽ ഇന്ന് ആളുകൾ കല്യാണം കഴിക്കണില്ല. അവർ 5 വർഷം 10 വർഷമൊക്കെ ഒരാളുടെ കൂടെ, 2 വർഷം 3 വർഷമൊക്കെ ഒരാളുടെ കൂടെ താമസിക്കുക, വിട്ടുപോവുക. പിന്നെ ഒരു 2-3 വർഷം വേറെ ആളുടെ താമസിക്കുക, വിട്ടുപോവുക. വീണ്ടും 2-3 വർഷം ഇങ്ങനെ ഈ കാളയും പോത്തൊക്കെ ജീവിക്കണില്ലേ, ഏതാണ്ട് അതുപോലെ തന്നെ കാണുന്നവരുടെ കൂടെ കൂടുക, ജീവിക്കുക, പോവുക. അതിൽ കുട്ടികളുണ്ടാവും, ഉണ്ടാകാതിരിക്കുക, അത് വേറെ കാര്യം. കല്യാണം ഇല്ല. ഇനി കല്യാണം വേണമെങ്കിൽ 60-70 വയസ്സാകുമ്പോൾ മക്കളുടെ മക്കളെല്ലാമായിട്ട് വന്നിട്ട് പള്ളിയിൽ വെച്ച്, അപ്പോൾ മക്കൾ തിരിയൊക്കെ പിടിച്ച് എല്ലാ കാര്യത്തിനും മക്കൾ തന്നെ ഹെൽപ്പ് ചെയ്തോളും കല്യാണത്തിൻ്റെ കാര്യത്തിൽ.
അങ്ങനത്തെ ഒരു രീതി ഒരുപാട് രാജ്യങ്ങളിൽ കാണുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊക്കെ വരുമെന്ന്, ലോകത്തിൽ ഇതൊക്കെ വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ സർവശക്തനായ ദൈവം ഒരു കൽപ്പന, മെനയും ചിട്ടയുള്ള നല്ല ജീവിതം നയിക്കുന്ന ആളുകൾക്ക് കൽപ്പന കർത്താവ് കൊടുക്കുകയാണ്. നിങ്ങൾ സമയത്തും കാലത്തും നേരത്തെ കൂട്ടി കല്യാണം കഴിക്കണം. ഇതാണ് ഒന്നാമത്തെ നിങ്ങൾ കല്യാണം കഴിക്കുവിൻ. കല്യാണം കഴിച്ചാൽ മാത്രം പോരാ. കല്യാണം കഴിച്ച് അങ്ങനെ സുള്ളിയടിച്ച് ഇങ്ങനെ നടന്നാൽ പോരാ. എന്ത് ചെയ്യണം? നിങ്ങൾ കല്യാണം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. കല്യാണം കഴിച്ച് നമുക്ക് 5 വർഷം കഴിഞ്ഞ് കടബാധ്യത വീട്ടിയിട്ട് മതി മക്കൾ എന്ന് ചിന്തിക്കുക. കല്യാണം കഴിച്ച പിന്നെ ഏറ്റവും മുഖ്യമായ ചിന്ത എത്രയും പെട്ടെന്ന് ധാരാളം മക്കളുണ്ടാകണം എന്നതിനെ കുറിച്ചാണ്. എങ്ങനെ ഒരു 10-25 മക്കളെ ദൈവം എന്തായിരുന്നു സ്വീകരിക്കണം എന്നുള്ളതായിരിക്കണം കല്യാണം കഴിച്ചാൽ പിന്നെ മുഖ്യ ചിന്ത. വീട് വെച്ചിട്ട് മക്കൾ മതി, ജോലി കിട്ടിയിട്ട് മതി, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയിട്ട് മതി, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. ഇത് ആര് പറഞ്ഞാലും നിങ്ങളിങ്ങനെ ചിന്തിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചന വിപരീതമായ ചിന്തയാണത്. ജോലിയും വീടും അതൊക്കെ കടം വീട്ടലതൊക്കെ ദൈവത്തിൻ്റെ ക്രമീകരണത്തിൽ ദൈവം നടത്തിക്കോളും. നമ്മുടെ ഡ്യൂട്ടി ദൈവം തരുന്ന മക്കളെ എത്രയും പെട്ടെന്ന് മേടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ മുഖ്യമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സന്താനങ്ങൾക്ക് ജന്മം നൽകുവീൻ. അടുത്ത വാക്യം, നിങ്ങളുടെ പുത്രീ പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവീൻ. നിങ്ങൾ കല്യാണം കഴിച്ചത് മക്കളായിട്ട് അങ്ങനെ നടന്നാൽ പോരാ. നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ മക്കൾക്കും പ്രായമാകുമ്പോൾ, സമയമാകുമ്പോൾ വേഗം തന്നെ അവരെയും പിടിച്ച് കെട്ടിക്കണം. വീട്ടിലെ കടബാധ്യതയൊക്കെ വീടിയിട്ട് മക്കളുടെ കല്യാണം നടത്താം എന്ന് ചിന്തിക്കരുത്. പഠിപ്പിച്ച് നമ്മൾ നേഴ്സാക്കി അല്ലെങ്കിൽ ഡോക്ടറാക്കി അങ്ങനെ UK വിട്ടു അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ വിട്ടു, കുറച്ച് കടബാധ്യതയുണ്ട്, അതൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ട് ഇനി കല്യാണം ആലോചിക്കാം, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. സമയമാകുമ്പോൾ നിങ്ങൾ വേഗം മക്കളെ പിടിച്ച് കെട്ടിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളെയും വേഗം പിടിച്ച് കെട്ടിക്കുവിൻ. ഇതൊരു കൽപ്പനയാണ്. ഇനി അടുത്തത്, അവർക്കും വേഗം മക്കളുണ്ടാകട്ടെ. അവർക്കും വേഗം മക്കളുണ്ടാകട്ടെ. കർത്താവ് പറയുക. ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഈ കണ്ട മക്കളെല്ലാം കൂടെ കൂടി ഈ ലോകത്തിൽ ഉണ്ടാകേണ്ടത്? ഞാൻ ചിന്തിച്ചിട്ട് ഈ മക്കൾ കണ്ടമാനോടാണ് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിന്തിച്ച് എന്തിനീ കണ്ട മക്കളൊക്കെ ഇവിടെ ഓരോരുത്തരും മക്കളെ ഒന്ന് കുറയ്ക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ദൈവം, സർവശക്തനായ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഭാവിയെല്ലാം സ്നേഹിച്ച് നമുക്ക് നല്ല ഭാവി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന, പ്രത്യാശാഭരിതമായ ഭാവി നമുക്കുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ വേഗം നിങ്ങൾ കല്യാണം കഴിക്കണം, നിങ്ങളുടെ മക്കളെയും വേഗം കല്യാണം കഴിക്കണം, അവർക്കും വേഗം മക്കളുണ്ടാകട്ടെ, അങ്ങനെ കണ്ടമാനം മക്കൾ വീട്ടിലുണ്ടാകട്ടെ. എന്തിനീ കണ്ട മക്കളെല്ലാം? അടുത്ത വാക്യം, നിങ്ങൾ പെരുകണം. ഈ പെരുകുക എന്നുള്ള വാക്ക് സത്യത്തിൽ നമ്മൾ മനുഷ്യന് വേണ്ടി ഉപയോഗിക്കുന്നതാണോ? ആരാ ഈ പെറ്റി പെരുകണത്? നമുക്കതൊരു വില കുറഞ്ഞ വാക്ക് പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ദൈവത്തെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളവരായതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ തോന്നാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് ആ വാക്കിനെ കുറിച്ച് യാതൊരു നാണക്കേടുമില്ല. നോക്ക്, നമ്മുടെ വലിയ അപ്പൻ, നമ്മുടെ സർവശക്തനായ ദൈവം യാതൊരു നാണക്കേടുമില്ലാതെ മക്കളോട് വന്ന് പറയാ, നിങ്ങൾ പെരുകണം, നിങ്ങൾ പെറ്റു പെരുകണം എന്നാ പറയണത്. ഇപ്പം നിങ്ങളുടെ അപ്പൻ നമ്മളോട്, ഞാൻ ചിന്തിക്കുന്ന കാര്യം എങ്ങനെയാണ്, നമ്മുടെ വീട്ടിലെ അപ്പൻ അമ്മ പോലും ഈ കാര്യത്തിൽ ഇടപെടാറില്ല. കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ പിന്നെ അവരായി, അവരുടെ കാര്യമായി, അവർക്ക് എത്ര മക്കളുണ്ടാകണം, അവരുടെ പിള്ളേരുടെ കല്യാണം, ഇതൊന്നും അധികം പിന്നെ നമ്മുടെ മാതാപിതാക്കന്മാർ ഇടപെടാറില്ല. ഉണ്ടോ? മക്കളൊക്കെ പിന്നെ നമ്മളുടെ ചിന്തയാണ്, അതനുസരിച്ച് ഓരോരുത്തരും തോന്നിയാസം കാണിക്കുക എന്നല്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ സ്ഥിതി ചിന്തിച്ചു, ആ ദൈവം ഈ കണ്ട സൃഷ്ടപ്രപഞ്ചെല്ലാം സൃഷ്ടിച്ച്, നമുക്ക് വേണ്ട ആപ്പിളും മുന്തിരിയെല്ലാം സൃഷ്ടിച്ച്, നമുക്ക് വേണ്ട വീട് റോഡൊക്കെ സൃഷ്ടിച്ച്, മാത്രമല്ല ഈ ചെറിയ കാര്യത്തിൽ പോലും വന്ന് ഇടപെടുകയാണ്. നിങ്ങൾ നേരത്തെ കല്യാണം കഴിക്കണം, നിങ്ങളുടെ മക്കളെ നേരത്തെ പിടിച്ച് കെട്ടിക്കണം. ഒരു 30 വയസ്സാകട്ടെ, 40 വയസ്സാകട്ടെ, മൂക്കിൽ പല്ല് മുളയ്ക്കട്ടെ, അല്ല, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ നേരത്തെ പിടിച്ച് കല്യാണം കഴിപ്പിക്കണം. എന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, നിങ്ങൾ പെരുകണം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ടോ? കുടുംബത്തിൽ നടന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ പെരുകണം, ദൈവത്തിൻ്റെ ആഗ്രഹം. എന്തിനെങ്ങനെ കണ്ടമാനം പെരുകണത്? അടുത്ത വാക്യം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. മുൻ തലമുറയിൽ നിങ്ങളുടെ അപ്പന് ഒരു 12 മക്കളുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കാലം വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഒരു 15 മക്കളെങ്കിലും വെച്ച് വേണം. നിങ്ങൾക്ക് 15, നിങ്ങളുടെ മക്കളുടെ കാലം പോയി 20-25 മക്കളൊക്കെ വെച്ചാകണം. കാരണം ലോകം പുരോഗമിച്ചുകൊണ്ട് അതനുസരിച്ച് നിങ്ങളുടെ സംഖ്യ കൂടി വരണം.
ഹല്ലേലൂയ. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഈ ഒരു ബൈബിൾ ചൈതന്യമാണോ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ ഒരു ബൈബിൾ വചനമാണോ ഇന്ന് നമ്മുടെ ഇടവകളിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ ഒരു ബൈബിളിൻ്റെ വചനമാണോ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, യേശുവേ യേശുവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ ഇരിക്കുന്നത് സാത്താൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ഹൃദയത്തിൽ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമല്ല, ഹൃദയത്തിൽ ഇരിക്കുന്നത് സാത്താൻ്റെ വചനമാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ഈ ക്ലാസ്സിൻ്റെ സമാപനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനങ്ങൾ വായിച്ച സമയത്ത് ഞാൻ ചിന്തിച്ച്, ദൈവമേ, ഇക്കണ്ട മക്കളെല്ലാം കൂടെ കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കുടുംബത്തിലെ സ്ഥിതി? ഒക്കെ പട്ടിണി വന്ന് നശിച്ചു പോവില്ലേ? എൻ്റെ ഒരു വലിയ ഉത്കണ്ഠയായിരുന്നു അത്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പം ഈ പാലക്കാട് രൂപതയിലുള്ള ഒരു ഇടവകയിൽ ധ്യാനത്തിന് പോയി. അവിടെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ വന്നിട്ട് വാവിട്ട് നിലവിളിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ചെറുപ്പക്കാരാ എന്തിനാ ഇങ്ങനെ കരയണം? അവ ചെറുപ്പക്കാരൻ പറഞ്ഞു, സങ്കടം വന്നിട്ട് പാടില്ല അച്ഛാന്ന് പറഞ്ഞ് പിന്നെയും കരയുകയാണ്. ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, കുടുംബത്തിലെ പ്രശ്നമാണ് കാരണം. ഭാര്യ ഒരു പ്രത്യേക സ്വഭാവം, അപ്പനും അമ്മയും അവിടെ കിടന്ന് ഭയങ്കരമായ സമാധാനക്കേടാണ്. ഞാൻ പറഞ്ഞു, നീ ദയവ് ചെയ്ത് ആ ഭാര്യനെ വേഗം കൊണ്ടുപോവാ, ആ ഭാര്യ ധ്യാനം കൂടട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചെറുപ്പക്കാരൻ പറഞ്ഞത്, എൻ്റെ അച്ഛാ, ഞാൻ എൻ്റെ ഭാര്യനെ ധ്യാനത്തിന് ആവുന്നത് വിളിച്ചതാ. അവൾ പറയാണ്, ആദ്യം മുതുക്കനെ കൊണ്ട് ശരിയാക്കി, എന്നിട്ട് എന്നെ ശരിയാക്കാൻ വന്നാൽ മതി എന്ന്. ഏതാ മുതുക്കൻ? ആ വീട്ടിലെ പട്ടിയുടെ പേരല്ല. ഞാൻ വിചാരിച്ചത് എന്താ ഈ മുതുക്കൻ എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ച്? ആരാന്നറിയോ? നമ്മുടെ ഭർത്താവിൻ്റെ അപ്പനെയാണ് വിളിച്ചത്. ഓമന പേരാണത്, മുതുക്കൻ. ഞാൻ പറഞ്ഞു, ദൈവമേ, അത്രയും ബഹുമാന്യനായ ഒരു ദേഹത്തെ മുതുക്കാന്ന് വിളിക്കുകയാണെങ്കിൽ ആ ഭാര്യനെ ഈ ധ്യാനത്തിന് കൊണ്ടുവരണ്ട. കാരണം നമ്മളെ എന്താ വിളിക്കാന്ന് ഞാൻ പറഞ്ഞു, അതിനെ ഈ ധ്യാനത്തിന് കൊണ്ടുവരണ്ട, അതിന് നല്ല ശക്തിയുള്ള ധ്യാനമുള്ള ഏതെങ്കിലും ഒരു ധ്യാനത്തിന് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്താ പെണ്ണുങ്ങൾക്ക് അങ്ങനെ വിളിക്കുമോ? എന്നാൽ ഒരു സ്ത്രീ അങ്ങനെ വിളിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിനെ ഞാൻ ധ്യാനത്തിന് നീ നിന്റെ അപ്പനും അമ്മേനും കൊണ്ടുപോവാ, നമുക്ക് അവരെ ശരിയാക്കി എടുക്കാം. ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും ഇതിനോടകം തന്നെ ഒരു 100 ധ്യാനം കൂടിക്കഴിഞ്ഞ്, ഇനിയും വേണമെങ്കിൽ ഒരു 100 ധ്യാനം കൂടാനും റെഡിയാണ്. അവർക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ സമാധാനത്തിൽ ജീവിക്കണം. ഇതാണ് അവരുടെ ആഗ്രഹം. ഒരു നല്ല അപ്പൻ, ഒരു നല്ല അമ്മ. ഞാൻ പറഞ്ഞു, 100 ധ്യാനം കൂടിയവരൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ ഉടനെ ധ്യാനം കൂട്ടണ്ട. കാരണം ഇപ്പോൾ ഓൾറെഡി അവർ ഒരുപാട് ധ്യാനം കൂടിക്കഴിഞ്ഞവരാണ്. അപ്പോൾ അത് നല്ലവരാണ്. ഞാൻ മനസ്സിലാക്കി, ആ അപ്പനും അമ്മയും നല്ല തങ്കപ്പെട്ട അപ്പനും അമ്മയാണ്. അതുകൊണ്ടാണ് ഈ മക്കൾക്ക് വേണ്ടി എത്ര ഭൂമിയോളം താഴെ റെഡിയാണ്. ഞാൻ ചോദിച്ചു, നിന്റെ കുടുംബത്തിൽ സത്യമായ നിന്റെ പ്രശ്നം എന്താ? അപ്പോൾ പറഞ്ഞു, ഭാര്യ ഒരു സ്ഥലത്ത് കഞ്ഞി വെക്കും, പ്രശ്നം മുറുകിയിട്ട് ഗുലുമാലായി. അപ്പോൾ വീടിൻ്റെ അടുക്കളയുടെ ഒരു മൂലയിൽ ഭാര്യ കഞ്ഞി വെക്കും, ഇപ്പുറത്തെ മൂലയിൽ അമ്മ കഞ്ഞി വെക്കും. പാത്രങ്ങളൊക്കെ രണ്ടാണ്. എന്നിട്ട് കഞ്ഞി കുടിക്കാൻ സമയമാകുമ്പോൾ ഭാര്യ പറയും, ചേട്ടാ വാ കഞ്ഞി കുടിക്കാം. അമ്മ വിളിക്കും, മോനെ വാ കഞ്ഞി. ഇവൻ ചോദിക്കും, ഞാൻ എവിടെ നിന്നൊക്കെ കഞ്ഞി കുടിക്കും? വീട്ടിൽ ഭയങ്കര ബഹളം, തമ്മിൽ ഭയങ്കര കുടുംബം ഒരു നരകമാണെങ്കിൽ സാരമില്ലായിരുന്നു, അതിനേക്കാൾ അത് പതിച്ചു പോയി. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ഇടയിൽ നരകിക്കുക, നീറി ഇല്ലാതെ അപ്പനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അമ്മേനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഭാര്യനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഉടനെ ഞാൻ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, ഞാൻ നല്ലൊരു വഴി പറഞ്ഞുതരാം. നിനക്ക് സമാധാനം ഉണ്ടാകാൻ പറ്റിയ നല്ലൊരു വഴി ഞാൻ പറഞ്ഞുതരാം. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു വാടക വീടെടുത്ത് നീയും നിന്റെ ഭാര്യ വാടക വീട്ടിലേക്ക് മാറുക, തൊട്ടടുത്ത്. അപ്പനും അമ്മയും തറവാട്ടിൽ താമസിക്കട്ടെ, നീ വന്ന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ പിന്നെ വേണ്ടി വന്ന് ചെയ്തു കൊടുത്താൽ മതി. ഉടനെ ചെറുപ്പക്കാരൻ്റെ നേരം നോക്കി. ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ, എന്നെ ഇത്രയും വളർത്തി വലുതാക്കി, എന്നെ ഇത്ര ആക്കി കഴിഞ്ഞപ്പം അവരുടെ വാർദ്ധക്യത്തിൽ അവരെ ഒറ്റയ്ക്കൊരു വീട്ടിലിട്ടിട്ട് ഞാനും ഭാര്യയും കൂടെ എങ്ങനെ ഒറ്റയ്ക്ക് പോയി താമസിക്കുക അച്ഛാ? മനസാക്ഷിയുള്ളവർക്ക് പറ്റുമോ അച്ഛാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നീ പോകണ്ട, നീ അവിടെ തന്നെ താമസിക്കണം പറഞ്ഞു. ഞാൻ വീണ്ടും ആലോചിച്ചു, എനിക്ക് അവനെ സഹായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ വീണ്ടും ആലോചിച്ചു, ദൈവമേ, ഇവൻ എന്തൊരു വഴി. ഉടനെ എനിക്ക് നല്ലൊരു ആശയം കിട്ടി.
ഞാൻ പറഞ്ഞു, ചെറുപ്പക്കാരാ, ഞാൻ നിനക്ക് നല്ലൊരു വഴി പറഞ്ഞു തരാം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അപ്പനും അമ്മയും മരിക്കുന്നത് വരെ നിന്റെ ഭാര്യനെ കൊണ്ട് ഭാര്യ വീട്ടിൽ നിർത്തുക. എന്നിട്ട് അപ്പനും അമ്മയും മരിച്ചിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഞാൻ നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ്റെ മുഖം പോയ പോക്കുക. ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ എന്തായി പറയണെന്ന് ചോദിച്ചു. അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ ഭാര്യനെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനാണ്. അപ്പൊ നോക്ക് ഈ ചെറുപ്പക്കാരൻ്റെ ഗതികേട്. ഈ ചെറുപ്പക്കാരൻ ഇതിനിടയിൽ നിന്ന് തകരുക. ഭാര്യനെ ഉപേക്ഷിക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പനെ അമ്മനാണെങ്കിൽ അത്രയും വേദനിപ്പിക്കാൻ താല്പര്യമില്ല. അങ്ങനെ വേദനിച്ച് നിൽക്കുമ്പം ഞാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു, പരിശുദ്ധാത്മാവേ, അങ്ങേക്കൊരു വഴിയില്ലേ? ഉടനെ പരിശുദ്ധാത്മാവ് ചോദിച്ച്, എത്ര മക്കള് ഇയാളുടെ അപ്പനുണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചെറുപ്പക്കാരാ, ഇതാ ഇപ്പം തന്നെ വഴി തെളിഞ്ഞു വരും. അതെ, നിന്റെ അപ്പൻ എത്ര മക്കളുണ്ടെന്ന് ദൈവം ചോദിക്കണ്ടെന്ന് പറഞ്ഞു. ഉടനെ ചെറുപ്പക്കാരൻ വലിയ സന്തോഷമായി പ്രത്യാശ പറഞ്ഞു, എൻ്റെ അച്ഛാ, ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ മാത്രമേ ഉള്ളൂ. അതാ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി നിർത്തായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, ഇത് തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ കണ്ണുനീരിൻ്റെ കാരണം. ഇനി ആര് വിചാരിച്ചാലും ഈ കണ്ണുനീര് മാറില്ല. ഈ അപ്പനും അമ്മയും കണ്ണുനീരിൽ കുതിർന്ന് മരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, നിന്റെ അപ്പനും അമ്മയും കണ്ണുനീരിൽ കുതിർന്ന് മരിക്കും. ഇത് മാറ്റാൻ ഇനി ലോകത്തിൽ ഒരു രക്ഷകനും പറക്കില്ലെന്ന് പറഞ്ഞു. ഉടനെ ചെറുപ്പക്കാരൻ ചോദിച്ചു, അച്ഛൻ കണ്ണിച്ചോറയില്ലാതെ എന്താ അച്ഛൻ ഇങ്ങനെ പറയണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനല്ല, സർവശക്തനായ ദൈവമാണ് ഇത് അരുളി ചെയ്യുന്നത്. അവൻ ചോദിച്ചു, എന്താ കാരണം? അപ്പൊ ദൈവം വെളിപ്പെടുത്തി, ഈ അപ്പൻ്റെയും അമ്മയുടെയും വാർദ്ധക്യം സന്തോഷപൂരിതമാകാൻ, സന്തോഷം കൊണ്ട് നിറഞ്ഞ് ആറാടി ജീവിച്ച് മരിക്കാൻ ഇവർക്ക് വേണ്ടി ഒരു മകനെ, ഒരു മകളെ കർത്താവ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മകൾ ഈ ഭൂമുഖം കണ്ടിട്ടില്ല, അതിനെ വെട്ടിക്കണ്ടിച്ച് ദൂരെ എറിഞ്ഞെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ വ്യക്തികളെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഇങ്ങനെയാണ്. അവർക്ക് നല്ല സന്തോഷം ഉണ്ടാകും, നല്ല സമാധാനം ഉണ്ടാകും. അവരുടെ വാർദ്ധക്യമൊക്കെ നല്ല സന്തോഷപൂരിതമായി, നല്ല സെലിബ്രേഷൻ പോലെ സന്തോഷിച്ച് അവർ ഈ ലോകം വിട്ടു പോകണം. ഇതാണ് എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. നമ്മുടെ വാർദ്ധക്യം സന്തോഷപൂരിതമാക്കാൻ വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മകനെ, ഒരു മകളെ അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വീട്ടിലേക്ക് അയച്ചിരിക്കുന്ന എല്ലാ മക്കളുടെ ഉത്തരവാദിത്വം കാരണവന്മാരുടെ വാർദ്ധക്യം സന്തോഷപൂരിതമാക്കുക എന്നുള്ളതല്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിലെ ഓർത്തുപോയി. ഞാൻ വേഗം ഇത് കിട്ടി പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എൻ്റെ വീടിനെ ഒന്ന് ത്വല്ലം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 7 മക്കളാണ്. 7 മക്കളിൽ ഞാൻ 6ാമത്തെ ആളാണ്. ഞാൻ ചിന്തിച്ച്, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ മൂത്ത ചേട്ടൻ അപ്പൻ്റെ അമ്മയുടെ ആദ്യത്തെ മോൻ പറഞ്ഞപ്പം ചിന്തിക്കുകയാണ്, നമ്മൾ 2 നമുക്കൊന്ന് എന്ന് പറഞ്ഞ് അവർ പ്രസവം നിർത്തിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്തായിരിക്കും എൻ്റെ അപ്പൻ്റെ അമ്മയുടെ വാർദ്ധക്യം എന്ന് ഞാൻ ഒന്ന് ഭാവന കണ്ടു നോക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7 പണ്ട് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഒപ്പീസ് പാടി കഴിയേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ടാവും അവരുടെ കൂട്ടത്തിലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ. എൻ്റെ മൂത്ത ചേട്ടൻ തോന്നിയാസിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മൂത്ത ചേട്ടൻ പേഴ്സണലായിട്ട് എനിക്കറിയാം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചേട്ടനാണ്. അത്രയും നല്ല ചേട്ടനാണ്, നല്ല മനുഷ്യൻ. എൻ്റെ മൂത്ത ചേട്ടൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ തോന്നിയാസിയെന്ന് വിചാരിക്കരുത്. പേഴ്സണലായിട്ട് എനിക്കറിയാം, എനിക്ക് അവരോട് ഭയങ്കര ഒരു പ്രത്യേക ഒരു പേഴ്സണൽ ഒരു അടുപ്പമുണ്ട്. അവർ നല്ല ഒരു ഭാര്യയാണ്. അവർക്ക് 3 മക്കളുണ്ട്. ആ 3 മക്കളും തങ്കപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ഈ തങ്കങ്ങളുടെ എല്ലാത്തിൻ്റെ ഇടയിലേക്ക് അപ്പനും അമ്മയും വന്നാൽ എല്ലാം കൂടി നരകായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ചിന്തിച്ച് ഇത്രയും നല്ല ആളുകളുടെ ഇടയ്ക്ക് ഒരു അപ്പനും അമ്മയും വരുമ്പോൾ എങ്ങനെ മോശമാകും? അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഒരപ്പനും ജനിക്കുന്ന എല്ലാ മക്കൾക്കും അപ്പനെ അമ്മേനെ നോക്കാനുള്ള ദൗത്യം അല്ല ഉള്ളത്. ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദൈവം അവർക്ക് അവരുടേതായ ഒരു ദൗത്യം കൊടുക്കുന്നുണ്ട്. ചിലർക്ക് ശാസ്ത്രജ്ഞനാകാനായിരിക്കും വിളി, അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു മൈൻഡാണ് കൊടുക്കുന്നത്. ചിലർക്ക് കൃഷിക്കാരനാകാനായിരിക്കും വിളി, അവർക്ക് അങ്ങനത്തെ ഒരു മനസ്സ് കൊടുക്കും. ചിലർക്ക് പട്ടാളക്കാരനാകാനുള്ള വിളിയായിരിക്കും, അവർക്ക് അങ്ങനത്തെ ഒരു മനസ്സായിരിക്കും കൊടുക്കുന്നത്. ചിലർക്ക് പോലീസുകാരനാകാനുള്ള വിളിയാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു മനസ്സ് കൊടുക്കും. ചിലർക്കൊരു വിളി അപ്പനെ അമ്മേനെ നോക്കുക എന്നുള്ള വിളിയാണ്, അവർക്ക് അങ്ങനത്തെ ഒരു മനസ്സ് കൊടുക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർത്തത് എൻ്റെ മറ്റ് മക്കളെ കൂടപ്പിറപ്പുകളൊക്കെ ഞാൻ ഓർത്ത് നോക്കി, അവരുടെ ആരുടെ കൂടെ താമസം. ഇപ്പം എൻ്റെ കൂടെ തന്നെ താമസം. ഞാൻ 6ാമത്തെ പുത്രനാണ്. 6ാമത്തെ പുത്രൻ ജനിച്ചപ്പോൾ അപ്പനമ്മ വിചാരിക്കുകയാണ്, 6 ഉണ്ടല്ലോ, ഇത്രയും മതി, ഇതിനൊക്കെ നോക്കാൻ ആരെയും കൊണ്ട് പറ്റും, 6 ഉണ്ടല്ലോ, ഇത്രയും മതി എന്ന് വിചാരിച്ച് നിർത്തിയെന്ന് വിചാരിക്കുക. എൻ്റെ 6ാമത്തെ പുത്രൻ എന്നെ ശരിക്കും നോക്കും എന്ന് വിചാരിച്ച് നിർത്തിയെന്ന് വിചാരിക്കുക. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ അപ്പനമ്മയും താമസിക്കുകയാണെങ്കിൽ അവരുടെ ഭാവി, അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ഞാൻ ഭാവന കണ്ടിട്ടുണ്ട്. അവർ വെള്ളവും കഞ്ഞിയും കിട്ടിയിട്ട് മരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താ കാരണം? ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എനിക്കൊരു വിളി തന്നിട്ടുണ്ട്. അതിന് പറ്റിയൊരു മനസ്സാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. എൻ്റെ വിളി എന്താ? എൻ്റെ വിളി ദൈവവിചാരം. പ്രൈസ് ദി ലോർഡ്. ദൈവവിചാരമാണ് എൻ്റെ വിളി. അപ്പം ഞാൻ ദൈവം വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് കൂടത്തിലുള്ളവർ ഭക്ഷണം കഴിച്ചോ, അവർക്ക് വണ്ടിക്കൂലി കൊടുത്തോ, അവർക്ക് മരുന്ന് വാങ്ങി, ഇതൊന്നും നോക്കാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല. ഒരു കാര്യം കണ്ടാൽ പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ വിചാരിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ സ്വന്തം ഭക്ഷണത്തിൻ്റെ കാര്യം പോലും ചിന്തിക്കാൻ നേരം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അപ്പനും അമ്മയുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? 5-6 ദിവസം മരുന്നൊക്കെ കൊടുക്കേണ്ട സമയമാണെങ്കിൽ 5-6 ദിവസം കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിച്ചോ എന്ന് ചോദിച്ച് അപ്പോഴേക്ക് ആൾ മരിച്ചിട്ടുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നൽകിയിട്ടുള്ള ദൗത്യത്തോട് കൂടെയാണ് ഓരോ മനുഷ്യരും ഈ ഭൂമിയിലേക്ക് വരണത്. അങ്ങനെ ദൈവം നൽകിയിട്ടുള്ള ദൗത്യത്തിനനുസരിച്ച ഒരു മനസ്സാണ് ദൈവം അവർക്ക് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും എനിക്ക് ദൈവവിളി ആയതുകൊണ്ട് യേശുവേ 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 എന്ന് പറഞ്ഞ് അതിൽ മുഴുകിയിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അപ്പൻ എവിടെ, അമ്മ എവിടെ, അതുങ്ങൾ ആശുപത്രി കൊണ്ടുപോയോ, ഇതൊന്നും നോക്കാൻ ആ സമയത്ത് മൈൻഡില്ല. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ 7ാമത്തെ പുത്രൻ. ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അപ്പനമ്മ ഇപ്പം നല്ല മരിച്ചിട്ടില്ല, അവരിപ്പോഴും ഉണ്ട്, നല്ല പ്രായമായിരിക്കുന്നവരാണ്. എനിക്ക് തന്നെ ഞാൻ മരിക്കാറായി. അപ്പം എൻ്റെ അപ്പൻ്റെ പൈസ ഓർത്ത് നോക്ക്. അപ്പോൾ അങ്ങനെ നല്ല വാർദ്ധക്യത്തിൽ അവരിയ്ക്കുകയാണ്. അങ്ങനെ വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന അവരുടെ അടുത്ത് ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്ന സമയത്ത് 2 മണിക്കൂർ, അന്ന് ഹർത്താലോ എന്താ വന്നിട്ട് 2 മണിക്കൂർ ഞാൻ ബ്ലോക്കായി വീട്ടിൽ അകപ്പെട്ടു. ഞാൻ ചെന്ന സാധാരണ പെട്ടെന്ന് പോരും, അത് നിൽക്കില്ല. എന്നാൽ അന്ന് ബൈ ചാൻസ് കുറച്ച് സമയം അവിടെ നിൽക്കേണ്ടി വന്നു. ഞാനപ്പോൾ അവിടെ നിന്നു. ബസ് വന്നല്ലോ എനിക്ക് പോരാൻ പറ്റില്ല, അവിടെ നിന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ മുറിയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ ചെന്നാലും എൻ്റെ ചിന്ത എങ്ങനെ അടുത്ത ഈ മദ്യപാനികളെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം, അടുത്ത ബോംബെ പട്ടണത്തെ ഭാവികൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വലിയൊരു സ്വരം, ഭോ എന്ന് പറഞ്ഞൊരു സ്വരം. ഉടനെ ഞാൻ ഓടിച്ചെന്ന് എന്താന്ന് നോക്കുമ്പം നമ്മുടെ അപ്പൻ അവിടെ നിൽക്കുകയാണ്. വലിയൊരു അലമാരി ഉണ്ടായിരുന്നു, അതെല്ലാം മറിച്ച് വീണിട്ടുണ്ട്. ഈ ചില്ലെല്ലാം കൂടെ പൊട്ടി, അവിടെ വാഷ് ബേസിനും പൊട്ടി, എല്ലാം തകർന്ന് ചിന്നഭിന്നമായി കിടക്കുകയാണ്. ഇത് കണ്ട ഉടനെ എനിക്ക് വന്ന ദേഷ്യത്തിന് കണക്കില്ല. എന്തിൻ്റെ കുറവുണ്ടായിട്ട് അങ്ങനെ ഞാൻ പുറത്തൊന്നും പറഞ്ഞില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? മനസ്സിലിങ്ങനെ വന്നെങ്കിലും ഞാൻ കൺട്രോൾ ചെയ്ത് ഒന്നും വിടാതെ ഞാൻ നോക്കിയിരുന്നു. അപ്പനും ഇങ്ങനെ എന്താണെന്നറിയാതെ അപ്പനും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ഈ സ്വരം പറമ്പിലുള്ള അനിയൻ കേട്ടു. അനിയനും ഭാര്യ എല്ലാം ഓടി വന്നു. എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. ആദ്യം അനിയനെ എത്തിയത്. അനിയൻ വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ചിന്ന ഭിന്നമായി വാഷ് ബേസിനെല്ലാം തകർന്ന് വരുമ്പോൾ അലമാരി പൊട്ടി, അലമാരിയിൽ ചില്ലെല്ലാം പൊട്ടി ഇങ്ങനെ നിലത്ത് കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ എനിക്കൊരു സംഘർഷം. ഇനി അനിയനെങ്ങാനും എൻ്റെ കൺമുമ്പിൽ വെച്ച് അപ്പനോട് ചൂടായ എനിക്ക് സഹിക്കില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെ ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, മാതാവേ, പിതാവേ, കാവൽമാരാകെ, മുഖ്യദൂതന്മാരെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് കണ്ട കാഴ്ച എന്താണെന്നറിയോ? അനിയൻ ഇത് കണ്ടപ്പം അവൻ്റെ സന്തോഷം അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഹായ്, വെരി ഗുഡ്, നന്നായിരിക്കുന്നു, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് അവൻ വേഗം ഒരു മുറം എടുത്ത് ചൂലെടുത്ത് അവൻ ഓടി വരികയാണ്. ചൂലെടുത്ത് അപ്പനെ അടിക്കാൻ വേണ്ടിയല്ല, ഈ ചില്ലെല്ലാം കൂടെ അടിച്ച് അപ്പോഴത്തേനും ഭാര്യ ഓടിയിട്ട് അവൾ വേഗം തുണിയെടുത്ത് ചെറിയ തുടയ്ക്കാൻ വേണ്ടിയൊക്കെ മുട്ടുകുത്തി തുടച്ച്, അപ്പോഴത്തേനും വേഗം ഭാര്യ അപ്പുറത്ത് അപ്പനെ കസേര കൊണ്ടിരുത്തി, അപ്പൻ്റെ കാലൊക്കെ തിരി മുറിഞ്ഞിട്ടുണ്ട്, അതൊക്കെ തുടച്ച് അതൊക്കെ ബാൻഡേജ് ചെയ്യുന്നു. അപ്പോഴത്തേനും 4 പിള്ളേരുണ്ട്, പിറനീസുകളെല്ലാം കൂടെ ഓടിയെത്തി, അതുങ്ങളും കുറേ ചില്ലൊക്കെ വാരിയെടുത്ത്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരു ക്രിസ്മസ് രാത്രിയുടെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. എന്തിനാ കണ്ടമാനം വേറെ വിഷയങ്ങൾ സന്തോഷിക്കാൻ? ഞാൻ ചിന്തിച്ച, എൻ്റെ ദൈവമേ, ഞാൻ 10 വർഷം സെമിനാരി പഠിച്ച്, ഞാൻ 10-15 വർഷം ധ്യാനിപ്പിച്ച്, ഒരുപാട് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിരുന്ന എനിക്ക് ഇത് കണ്ടപ്പോൾ സന്തോഷം കൂടുകയല്ല ചെയ്തത്.
എനിക്ക് ചില വേറെ ചില ചിന്തകളാണ് വന്നത്. എന്തിൻ്റെ കുറവുണ്ടായിട്ടുള്ളത് ആ ചിന്തകളൊക്കെ എന്നാൽ എൻ്റെ അനിയൻ അവനിത് കാണുമ്പം ദേഷ്യമല്ല പറയണത്. അപ്പൻ്റെ ഓരോ കുസൃതി, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലേക്ക് വന്ന അപ്പനെ അമ്മേനെ ശുശ്രൂഷിക്കാൻ നിർത്തി എളുപ്പമല്ല. ചെറിയ കുട്ടികളെക്കാളും സ്വഭാവത്തിന് വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഓരോ കുസൃതി കാണുമ്പം ഇവൻ്റെ സന്തോഷം കൂടിക്കൊണ്ടിരിക്കുക. എന്തിനാ വേറെ സിനിമയ്ക്ക് പോണത്? ഹല്ലേലൂയ. ഇന്നസെന്റ് കോമഡിയൊക്കെ എന്തിനാ കണ്ടത്? അല്ലാതെ തന്നെ പ്രിയപ്പെട്ട ഈ അപ്പൻ്റെ ഓരോ തരത്തിലുള്ള ഓരോ വാശിയോ പരിഭവോ ദേഷ്യമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കാണുമ്പം ദേഷ്യമല്ല, ഇവൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം കൂടുകയാണ്. അതുപോലെ തന്നെ അവൻ്റെ ഭാര്യ, മക്കള്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പനെയും അമ്മേനെ നോക്കാൻ വിളിയുള്ള മകൻ്റെയോ മകളുടെയോ കൂടെയാണ് അപ്പനെയും അമ്മയും താമസിക്കുന്നതെങ്കിൽ ഈ ലോകത്തുള്ള ഏത് ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്നിനേക്കാളും പവറുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കണേ. എൻ്റെ അപ്പനമ്മ എവിടെ പോയാലും വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരണം. എത്ര ക്ഷീണമാണെങ്കിലും ശരി, വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ എല്ലാ ക്ഷീണവും പോയി നല്ല ഉഷാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും അവിടെയുള്ള ഏറ്റവും ടോപ്പായ ഡോക്ടർ മരുന്ന് കൊടുത്താലും ശരി, അതിനേക്കാൾ ഔഷധമാണ് അപ്പനെയും അമ്മേനെ നോക്കാൻ വിളിയുള്ള മകൻ്റെയോ മകളുടെയോ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചാൽ. അപ്പനമ്മയുടെ ഡോക്ടർമാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എന്ത് മധുരമുള്ളത് കഴിക്കാൻ പാടില്ല, ഷുഗറുണ്ട്, പ്രഷറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറേ കൺട്രോൾ ഉണ്ടാവുമല്ലോ. കൊളസ്ട്രോളിൻ്റെ കൺട്രോളല്ലേ, ഇറച്ചി ഒന്ന് കഴിക്കാം. എന്നാൽ വാർദ്ധക്യത്തിലെത്തിയ അപ്പനും അമ്മയും ഈ ഡോക്ടർമാർ എന്ത് കഴിക്കരുതെന്ന് പറഞ്ഞോ അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് മാത്രം മതി, വേറൊന്നും വേണ്ട. ഇറച്ചി കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇറച്ചി മാത്രം മതി. മധുരമുള്ളത് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മധുരമുള്ളത് മാത്രം മതി. ഈ അപ്പനെ അമ്മേനെ നോക്കണ മകനോ മകളോ അവരുടെ കൈ കൊണ്ട് മധുരമുള്ളത് കൊടുത്താലും അപ്പം കഴിച്ചു കഴിയുമ്പോൾ അത് ഷുഗറിനെ ബാധിക്കുന്നില്ല, യാതൊരു കേടുമില്ലാതെ ഇപ്പോഴും അപ്പനും അമ്മയും ഓടി നടക്കുകയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പനും അമ്മയും നമ്മളുകൂടെ ഒരുമിച്ച് യാത്ര ചെയ്താൽ, ഞാൻ യാത്ര ചെയ്ത് വന്ന് 2 ദിവസം റെസ്റ്റ് ചെയ്താൽ എൻ്റെ ക്ഷീണം മാറുള്ളൂ. അപ്പനമ്മയും പിന്നെ അടുത്ത യാത്രയ്ക്ക് റെഡിയാണ്. ഇത് പറഞ്ഞാൽ ക്ഷീണം തട്ടണില്ല. കാരണം എന്താ? അപ്പനെ അമ്മേനെ നോക്കാൻ ദൈവം വിളിച്ച ആ ദൈവമുള്ളവരുടെ കയ്യിലാണ് അവരെ ദൈവം ഇപ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ അപ്പനെ അമ്മേനെ നോക്കാൻ സ്വന്തം മകൻ എനിക്ക് ദൈവം ഒരുക്കിയ ഒരു കരമുണ്ട്. അവർ നോക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയിട്ടാൽ അവിടെ കുറച്ച് പണമുണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല നേഴ്സാണെന്ന് വിചാരിച്ച് ജീവിതം സൗഭാഗ്യപൂർണ്ണമാവുമെന്ന് ധരിച്ചു വശാകരുത്. ഒരു കട്ടൻ കാപ്പിയാണെങ്കിലും വെറുതെ ഒരു ചൂടുവെള്ളം കുടിച്ചാണെങ്കിലും അത് സ്വന്തം മക്കള് നോക്കാൻ വിളിയുള്ള മക്കളുടെ കയ്യിൽ നിന്നാണ് കിട്ടണമെങ്കിൽ അത് ഒരു സൗഭാഗ്യമാണ്. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. ഇനി ഏത് മകനാണ്, ഏത് മകൾക്കാണ് അപ്പനെ നോക്കാനുള്ള വിളി എന്നാണ് പലരും ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മിക്കവാറും ഏറ്റവും അവസാനത്തെ കുട്ടിക്കാണ് അപ്പനമ്മയെ നോക്കാനുള്ള ഭാഗ്യം ദൈവം കൊടുക്കുന്നത്. ഏറ്റവും അവസാനത്തെ കുട്ടിയുടെ കൈയാണ് അപ്പനമ്മയ്ക്ക് വെള്ളം കൊടുക്കാൻ അനുഗ്രഹമുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. ആ കുട്ടി ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് വിഷയം. ഇപ്പൊ ഇതാ നിങ്ങൾ ചിലർക്ക് ഇപ്പോൾ ചില പ്രകോപനം, ഒരു ചേട്ടത്തിക്ക് ഇത് കേട്ടപ്പോൾ പ്രകോപനം ഉണ്ടായി. ആ ചേട്ടത്തി ചാടി എണ്ണീറ്റ്. നിങ്ങൾക്ക് എത്ര നല്ല ചേട്ടത്തിമാര്. ആ ചേട്ടത്തി അങ്ങനെയല്ല. ഇത് കേട്ട ഉടനെ ചേട്ടത്തിക്ക് പെട്ടെന്ന് വിവരം മനസ്സിലായി. നിങ്ങൾ പതുക്കെയാണ് ആലോചിച്ച് മനസ്സിലാക്കിയെടുത്തത്. ചേട്ടത്തി കുശാഗ്ര ബുദ്ധി ആയതുകൊണ്ട് ചേട്ടത്തി കേട്ട ഉടനെ കാര്യം മർമ്മത്തിലേക്ക് മനസ്സിലാക്കി. ചേട്ടത്തി ചാടി എണ്ണീറ്റ്. ചേട്ടത്തി ചോദിച്ചു, അച്ഛാ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും അച്ഛാന്ന് ചോദിച്ചു. ഈ അവസാനത്തെ കുട്ടീനെ അന്വേഷിച്ച് പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ചേട്ടത്തിയുടെ സംശയം നല്ല സംശയമല്ലേ അല്ലേ? ഇതെവിടെ ചെന്ന് അവസാനിക്കും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യം ദൈവസന്നിധിയിൽ ഞാൻ വെച്ച്, കർത്താവ് ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചിന്തിച്ചാരും ചങ്കുപൊട്ടി അങ്ങനെ വേദനിക്കൊന്നും വേണ്ട. കാരണം നിങ്ങൾക്ക് നമ്പർ ഇല്ലെങ്കിലും എനിക്ക് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. അൺലിമിറ്റഡ് ഓഫർ ആർക്കും ഇല്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ അങ്ങ് പോയാ ഇതിന് വല്ല കയ്യും കണക്കും ഉണ്ടോന്നാ ചോദിക്കണത്. നിങ്ങൾക്ക് കയ്യും കണക്കും ഇല്ലെങ്കിലും തരുന്നവന് കയ്യും കണക്കും ഉണ്ട്. കാരണം എന്താ? മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഉദരഫലം ഒരു സമ്മാനവും. 127 സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുലിഖിതം, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും.
അപ്പോൾ 127 സങ്കീർത്തനം 3 വാക്യം പഠിപ്പിക്കുകയാണ്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനമാണ്. നമുക്ക് നമ്പറിൽ കയ്യും കണക്കില്ലെങ്കിലും സമ്മാനം തരുന്നയാൾ നിശ്ചയിച്ചിട്ടുണ്ട് എത്ര സമ്മാനം കൊടുക്കണമെന്ന്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കാമെന്ന് വിചാരിക്കുക, സമ്മാന വിതരണം നടക്കാമെന്ന് വിചാരിക്കുക. നമ്മൾ സമ്മാനം മേടിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറി ചെല്ലുമ്പോൾ സമ്മാനം വിതരണം ചെയ്യുന്ന ആൾ അവിടെ ഇരിക്കുന്ന എല്ലാ സമ്മാനവും എടുത്ത് നമുക്ക് തരുമോ? ഇല്ല. നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സമ്മാനങ്ങൾ അത് മാത്രമേ നമുക്ക് തരുള്ളൂ. ശരിയല്ലേ? എന്താ മിണ്ടാതിരിക്കുന്നത്? അതുപോലെ നമ്മുടെ കുടുംബത്തിലേക്ക് എത്ര മക്കളെ വേണം ദൈവം അനാദി മുതലേ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ചില കുടുംബത്തിൽ 8 മക്കളായിരിക്കും, ചില കുടുംബത്തിൽ 4 മക്കളായിരിക്കും, ചില കുടുംബത്തിൽ 2 മക്കളായിരിക്കും, ചില കുടുംബത്തിൽ ഒരാളായിരിക്കും, ചില കുടുംബത്തിൽ 12 മക്കളായിരിക്കും. അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഈ കുടുംബത്തിന് എത്ര സമ്മാനം കൊടുക്കണം, ഈ ചേട്ടന് എത്ര സമ്മാനം കൊടുക്കണം, ഈ ചേട്ടത്തിക്ക് എത്ര സമ്മാനം കൊടുക്കണം, ഇത് നിശ്ചയിക്കുന്നത് നമ്മളല്ല, ദൈവമാണ്. അപ്പോൾ സമ്മാനം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ച ദൈവത്തിന് കയ്യും കണക്കുണ്ട്. അവൻ കൃത്യമായും കണക്കാക്കി, കൃത്യമായി നമ്പറിട്ട്, കൃത്യമായും പദ്ധതി ഒരുക്കി, എല്ലാം ക്രമീകരിച്ചിട്ടാണ് നമുക്കായി ഈ സമ്മാനങ്ങളെ ഏൽപ്പിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുന്നു വിചാരിച്ച് ആരും ദണ്ണപ്പെടുവെന്നും വേണ്ട. ദൈവത്തിന് എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു ക്രമീകരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൂർവ്വപിതാവായ യാക്കോബിന്റെ ചരിത്രങ്ങൾ ഇത് പരിശോധിച്ച് നോക്കുക. യാക്കോബിന് കുറച്ച് ഭാര്യമാരുണ്ടായിരുന്നു. യാക്കോബിന്റെ ഭാര്യമാരിൽ ചിലർക്ക് മക്കളുണ്ടാവും, ചിലർക്ക് മക്കളുണ്ടാകുന്നില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതിൽ മക്കൾ ഉണ്ടാകുന്ന ഭാര്യമാർ മത്സരിച്ച് യാക്കോബിന് വേണ്ടി മക്കൾ ജനിപ്പിക്കുന്ന രംഗം ബൈബിളിൽ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്ന രംഗമുണ്ട്. ഒരു 3-4 മക്കൾ ജനിച്ചു കഴിഞ്ഞ് പിന്നെ കുറേ കാലത്തേക്ക് അവർക്ക് മക്കളുണ്ടായില്ല. അപ്പൊ ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഈ ധ്യാനകേന്ദ്രത്തിൽ തന്നെ എത്രയോ കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. ആ കുടുംബങ്ങൾ അവരുടെ വേദന പറഞ്ഞാണ്, അച്ഛാ എൻ്റെ ആദ്യത്തെ മോൻ ജനിച്ചു, പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഇത് വേറെ ചില കുടുംബം എന്ന് പറയാണ്, എനിക്ക് 3 മക്കളുണ്ടച്ചാ, പിന്നെ ഇപ്പോൾ കുറവ് 10-12 വർഷം കഴിഞ്ഞു, പിന്നെ എനിക്ക് മക്കൾ ജനിക്കുന്നില്ല. അപ്പൊ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, 1 മകൻ വേണോ, 2 മകൻ വേണോ, 3 മക്കൾ വേണോ, 5 പേര് വേണോ, 12 പേര് വേണോ, ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവം നിശ്ചയിച്ച നമ്പർ കഴിഞ്ഞാൽ ഒരൊറ്റ കുട്ടി അധികം ജനിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോഴല്ല വേറൊരു ചേട്ടത്തിക്ക് ഒരു സംശയം. ആ ചേട്ടത്തി വേഗം ചാടി എണ്ണീറ്റ് ആ ചേട്ടത്തി പറഞ്ഞു, അച്ഛാ അങ്ങനെ ദൈവം തരണം മുഴുവനും സ്വീകരിച്ചു വിചാരിക്കുക, ഈ കണ്ട കുട്ടികളെല്ലാം കൂടെ പ്രസവിച്ചു കൂട്ടിയാൽ ആര് നോക്കുക അച്ഛാന്ന് ചോദിച്ചു. അതൊരു വിഷയല്ലേ? ആര് നോക്കും? ഈ കാലത്ത് ഒരു കുട്ടീനെ പഠിപ്പിക്കാനും വളർത്താനുള്ള ചെലവെന്നാന്ന് അച്ഛൻ അറിയാവോ എന്ന് ചോദിച്ചു. ആര് നോക്കുമെന്ന് ചോദിച്ചു. അത് ന്യായമായ ഒരു പ്രശ്നം തന്നെയാണ്, ശരിയല്ലേ? ദൈവസന്നിധിയിൽ ഈ വിഷയം വെച്ച്, ദൈവമേ ഈ കണ്ട കുട്ടികളെല്ലാം കൂടി പ്രസവിച്ചാൽ ഈ കുട്ടികളെ ആര് നോക്കും? അപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു പ്രബോധനമാണ്, പ്രസവിക്കുക എന്നുള്ളത്, സ്വീകരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഡ്യൂട്ടിയാണ്, നോക്കുന്നതും വളർത്തുന്നതും ദൈവത്തിന്റെ ഡ്യൂട്ടിയാണ്. എന്നിട്ട് ദൈവം ചോദിച്ചു, നിങ്ങൾ നോക്കി എത്ര നോക്കുന്ന ദൈവം ചോദിക്കണത്. അല്ല ശരിയല്ല? നിങ്ങൾ നോക്കി എത്ര നോക്കും? എവിടെ വരെ നോക്കും? കുറച്ച് കഴിയുമ്പോൾ പറയും, ഇതായിരിക്കും ഇപ്പം വിധി എന്ന് പറയാനല്ല, കൈ മലർന്നാൽ എന്തെങ്കിലും പറ്റുക. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഞാൻ തൃശ്ശൂർ പാറയമ്പാടം പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി. വർഷങ്ങൾക്ക് മുമ്പാണ്. ആ പാറയമ്പാടം പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്നെ താമസിപ്പിച്ചത് ഒരു 5 മിനിറ്റ് അകലെയുള്ളൊരു വീട്ടിലാണ്. എന്നിട്ട് അവിടെ നിന്നാണ് പള്ളിയിലേക്ക് ധ്യാനത്തിന് പോണത്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങി പള്ളിയിലേക്ക് ധ്യാനിപ്പിക്കാൻ പോകുന്ന വഴിയിൽ ഇതാ എവിടുന്നറിയാൻ പാടില്ല കുറേ നാടോടികൾ വന്ന് ടെൻ്റ് അടിച്ച് താമസിക്കുക. ഒരു 19 കുടുംബങ്ങളെങ്കിലും ഉണ്ടാവും. ഞങ്ങൾ നോക്കുമ്പോൾ രാവിലെ ഈ നാടോടികൾ അപ്പനും അമ്മയ്ക്ക് എഴുന്നേറ്റ് അമ്മിക്കല്ല് കൊത്താനും പഴയ പാത്രം പെറുക്കാനും പല കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങോട്ട് പോകും. പിന്നെ ഈ കുട്ടികളെല്ലാം ആ ടെൻറ്റിൽ ആ കൂടാരങ്ങളിലുണ്ട്. അത് 10 വയസ്സുള്ളതുണ്ട്, 5 വയസ്സുള്ളതുണ്ട്, 2 വയസ്സുള്ളതുണ്ട്, 14 വയസ്സുള്ളതുണ്ട്, പല പ്രായക്കാരും പല നിറക്കാരും അങ്ങനെ അവിടെ കിടക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയോ?
അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ഇടിക്കുന്നു, തൊഴിക്കുന്നു, കഴുത്തെ പിടിച്ച് കറക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ അപ്പുറത്ത് നോക്കുമ്പം ഒരു തോട്ടിനകത്ത് ഒരു മുഴുത്ത പറഞ്ഞ ചെറിയ ഒരെണ്ണത്തെ മുക്കി പിടിച്ചോണ്ടിരിക്കുന്നു. എന്താ കഥ ഇത് കണ്ടോ നമ്മുടെ ചങ്കൂട്ടി. ഞാൻ പറഞ്ഞു എന്താ അവിടെ കാണിക്കണം, ഇതുങ്ങളെ നോക്കാൻ ആരുമില്ലേ? ഞാൻ ചുറ്റും തിരിഞ്ഞു നോക്കി, ഒരൊറ്റ മനുഷ്യന്മാർ അതുങ്ങളെ കൺട്രോൾ ചെയ്യാനില്ല. ഞാൻ നോക്കുമ്പം തൃശ്ശൂർ കുന്നംകുളം റോഡിന്റെ സൈഡിലാണ് ഈ പാറയമ്പാടം പള്ളി. ഞാൻ നോക്കുമ്പോൾ ഒരു ബസ് ഇങ്ങോട്ട് ഓടിയാൽ ഒരു കുറേ എണ്ണം അങ്ങോട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു വണ്ടി അപ്പുറത്തേക്ക് പോയി അവിടുന്ന് എല്ലാം കൂടി ഇങ്ങോട്ട് ഓടും. ഇത് കളി. ആ റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള, വണ്ടി ചീറി പോകുന്ന റോഡ്. ഞാൻ പറഞ്ഞ ദൈവമേ, 5 ദിവസങ്ങളിൽ എത്ര എണ്ണത്തിന്റെ തല പോകുന്ന ആർക്കറിയാം? ഇവിടെ കിടന്ന് ഇതൊക്കെ നോക്കാൻ ആരുമില്ലേ? പകല് മുഴുവൻ ആരുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 5 ദിവസം ധ്യാനം കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോരുമ്പോഴും ഒറ്റ ഒരെണ്ണം പോലും മരിച്ചിട്ടില്ല. എന്താ? എന്നാൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത സംഭവം ഉണ്ടായി. ആ ധ്യാനം കഴിഞ്ഞ് മടങ്ങി പാലക്കാട് എത്തിയപ്പോൾ പത്രത്തിൽ വാർത്ത. എന്താ വാർത്ത എന്നറിയോ? നമ്മുടെ അമ്മാളും അമ്മയുടെ പൊന്നോമനക്കുട്ടി മരിച്ചുപോയി എന്നാണ് വാർത്ത. ഞാനത് ഓർത്തിരിക്കാൻ കാരണമുണ്ട്. അമ്മാളും അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അമ്മാളും അമ്മയും നല്ല പേര് വേറെ ആരുടെ പേരാണ്, ഞാൻ എൻ്റെ ഒരു പേരം കിട്ടുന്നുള്ളൂ പറയുന്നത്. ആ അമ്മാളും അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അവസാനം വാർദ്ധക്യത്തിൻ്റെ ആദ്യത്തേക്ക് എത്തുന്നതിന് മുമ്പ് 1,00,000 രൂപ മുടക്കി എങ്ങനെയൊക്കെ ഓരോ കൃത്രിമ കുട്ടീനെ സംഘടിപ്പിച്ച് ആ കുട്ടീനെ അങ്ങനെ പൊന്നോമന പോലെ ഇടം വലം ലക്ഷക്കണക്കിന് ഉറുപ്പിക മുടക്കുണ്ടാക്കിയ കുട്ടിയാണ്. അപ്പോൾ അത് നോക്കാതിരിക്കുക. അപ്പോൾ അതിന് ശരിക്കും അങ്ങനെ നോക്കി കണ്ണിലുണ്ണി പോലെ നോക്കിക്കൊണ്ട് വരുന്ന കാലമാണ്. അപ്പം എന്തിനോ ഒരു കാര്യത്തിന് വേണ്ടി അമ്മാളും അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. തിരിച്ചു വന്ന് നോക്കുമ്പം ഇതാ കുട്ടി ബക്കറ്റിൽ മരിച്ചു കിടക്കണം. കുട്ടി ബക്കറ്റിൽ മരിച്ചു കിടക്കുക. ബക്കറ്റിൽ ലേശം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കയറി മരിച്ചു കിടക്കുക. അപ്പോൾ പത്രക്കാരുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ടെസ്റ്റ് ട്യൂബ് ജനിച്ചു, ബക്കറ്റിൽ മരിച്ചു. ഇതാണ് നമ്മൾ നോക്കിയാൽ നമ്മുടെ നോട്ട് എത്രയുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിലും ഈ എത്രയോ ആളുകൾ ആരും പോലും നോക്കാനില്ലാതെ ഒരൊറ്റ ഒരെണ്ണം മരിക്കുന്നില്ല. എന്നാൽ അമ്മാളും അമ്മ കണ്ണിലുണ്ണി പോലെ ഒരു സ്വർണ്ണക്കൂട് ഉണ്ടാക്കി അതിനകത്ത് 24 മണിക്കൂർ നോക്കി വളർത്തി. അങ്ങോട്ട് ഈ ബക്കറ്റ് വെള്ളം വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. അതിനകത്ത് മരിച്ചു കിടക്കുക. ഇതാണ് മനുഷ്യന്റെ നോട്ടം, നമ്മുടെ നോട്ടം തമ്മിലുള്ള വ്യത്യാസം, ദൈവത്തിന്റെ നോട്ടം തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നിങ്ങൾ നോക്കി എന്തിയേറെ നോക്കും? ഞാനാണ് നോക്കണതും വളർത്തുന്നതും. മനുഷ്യനുള്ള ഡ്യൂട്ടി ദൈവം തരുന്ന സമ്മാനങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം തരുന്ന സമ്മാനങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഡ്യൂട്ടി. നോക്കുന്നതും വളർത്തുന്നതും ദൈവമാണ്. ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടി ഈ കുട്ടികളുടെ എണ്ണം എല്ലാം കൂടെ കൂടി വെട്ടിക്കുറയ്ക്കണം? എന്തിനു വേണ്ടിയിട്ടാ? ഉള്ള കുട്ടികൾക്ക് നല്ല ആരോഗ്യവും നല്ല വണ്ണവും നല്ല പൊക്കവും നല്ല പഠിപ്പും നല്ല ജോലിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? നല്ല വീടും അല്ലേ, നല്ല സന്തോഷവും. ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, പണ്ടാണോ ഇപ്പോഴാണോ മനുഷ്യന് ആരോഗ്യം കൂടുതൽ? പറ. പണ്ടത്തെ ആരോഗ്യം ഇപ്പോഴത്തെ ആരോഗ്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ആരോഗ്യത്തിന്റെ സ്ഥിതി എന്താ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോഴത്തെ ആരോഗ്യത്തിന്റെ സ്ഥിതി ഇതാണ്. ഇതാ നല്ല തടിമാടനായ നല്ല ഉദ്ദണ്ഡനായ ഒരു മനുഷ്യൻ അട്ടപ്പാടിയിലെ ഇടവകയിലെ കൈക്കാരനാണ്. പെട്ടെന്ന് ഒരു ചെറിയ പനിയോ ഒരു വിറച്ചിലോ എന്തോ ഒരു ചെറിയൊരു കുളിര്. അപ്പൊ പറഞ്ഞു, ഇപ്പോഴത്തെ കാലം അല്ലേ, നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ച് ഇതാ ഇവിടെ ഈ പ്രദേശത്ത് ഉള്ള ഏറ്റവും ഫേമസ് ആയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഉടനെ ഡോക്ടർമാർ അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടിടുന്നു, എല്ലാം മെഷീൻ ഓണാക്കി, സ്കാനിങ് ഓണാക്കി, എക്സ്റേ ഓണാക്കി, എല്ലാം ഓണാക്കി കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ തിരിച്ചിട്ട് മറിച്ചിട്ട് വൈകുന്നേരമായപ്പം ശവശരീരം പുറത്തേക്ക് വെറുതെ ഒരു ചൂടുപനിയായിട്ട് പോയതാണ്. വൈകുന്നേരമായപ്പോൾ ആള് മരിച്ച് ഡെഡ് ബോഡി ആയിട്ട് ഇടവേലേക്ക് കൊടുക്കും. 40-45-42 വയസ്സുള്ളൂ. വയസ്സായിട്ട് മരിച്ചാന്ന് വിചാരിക്കണ്ട, ഒരു കേടും ഉണ്ടായിരുന്നില്ല. ഡോക്ടർമാർക്ക് അറിയാൻ പാടില്ല എന്താണ് ഇയാൾക്ക് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ഡോക്ടർമാർ പറയണം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, ആള് മരിച്ചു. അവർ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹല്ലേലൂയ. ആള് മരിച്ച് എന്താന്ന് അറിയാൻ പാടില്ല. ഹല്ലേലൂയ. ഉറക്കെ പറയാം, ഹല്ലേലൂയ
ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. എന്നാൽ പണ്ടത്തെ ആരോഗ്യത്തെ സ്ഥിതി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ചെറുപ്പകാലം, അന്ന് ഞങ്ങൾ മണ്ണാർക്കാട് പ്രദേശത്താണ് താമസിക്കുന്നത്. മണ്ണാർക്കാട് നിന്ന് ഒരു 1.5 മണിക്കൂർ നടന്നാലാണ് ഞാൻ താമസിക്കുന്ന കുഗ്രാമത്തിൽ എത്തുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. അന്ന് റോഡില്ല, കറണ്ടില്ല, ഫോണില്ല, വണ്ടികളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടന്നു പോകണം. ഇനി നടക്കാൻ പറ്റാത്തതാണെങ്കിൽ തലേ ചുവന്നുകൊണ്ട് പോകണം. അതുപോലെ കുഗ്രാമത്തിൽ 70കളിലാണ് ഞങ്ങൾ മണ്ണാർക്കാട് പ്രദേശത്ത് വന്ന് സ്ഥലം വാങ്ങി താമസിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വന്നാൽ തലേ ചുവന്നുകൊണ്ട് പോകണം. അങ്ങനെ നടക്കാൻ പറ്റാത്ത സ്ഥിതി വന്നാൽ, അല്ലെങ്കിൽ ഒരുവിധ ആളുകളൊക്കെ നടന്നു പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് എനിക്കൊരു പനിയല്ല, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഛർദിയും പനിയും എല്ലാം കൂടി ഒരു രോഗം. നടക്കാനൊക്കെ പറ്റും, എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല, പക്ഷേ പനിയും ഛർദിയൊക്കെയാണ്. അപ്പോൾ എന്നോട് വീട്ടിലുള്ളവർ പറഞ്ഞു, ഇവിടുന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ എല്ലാ ആളുകളും പോണത് മണ്ണാർക്കാടേക്കാണ്. വേറെ വഴി തെറ്റിപ്പോകാനുള്ള വഴിയൊന്നുമില്ല, ഒറ്റ റൂട്ടുള്ള മണ്ണാർക്കാടേക്ക്. എല്ലാവരും നടന്നാണ് പോണത്. ഇറങ്ങിയ പിന്നെ ആളുകളുടെ കൂട്ടത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മണ്ണാർക്കാടെത്തും. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ പോയാൽ മതി. മണ്ണാർക്കാട് ചെല്ലുമ്പോൾ താലൂക്ക് ആശുപത്രി, അവിടെ ഗവൺമെൻറ് ആശുപത്രി ഒരെണ്ണമുണ്ട്, അത് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ 1-2 പ്രൈവറ്റ് ഉണ്ട്, അതാരും ആ കാലത്ത് പോകാറില്ല. ഈ ഗവൺമെൻറ് ആശുപത്രിയിലാണ് എല്ലാവരും പോണത്. അപ്പോൾ അവിടെ ചെന്നാൽ മരുന്ന് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ അടുത്തുള്ളവരൊക്കെ പോകുന്നുണ്ട്, ഞാനും പോയപ്പോൾ ഒരു നല്ല സംഖ്യ ആളുകൾ ആശുപത്രിയിലാണ്. ഞാനും അവരുടെ കൂട്ടത്തിൽ ചെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആശുപത്രിയിലെത്തി. ഞാൻ ഡോക്ടറെ അടുത്ത് കാണിച്ചു. ഡോക്ടർ എന്നെ നോക്കി, മൊത്തം ഷർട്ടൊക്കെ ഇങ്ങനെ ഒന്ന് ഒരു യന്ത്രമല്ലേ അത് വെച്ച് ഇങ്ങനെ നോക്കി പുറത്ത് തിരിയാൻ പറഞ്ഞു. പുറത്ത് തിരിഞ്ഞു. അവിടെ ഇങ്ങനെ 2 വെച്ചു. 2 മിനിറ്റ് കഷ്ടിച്ച് ഉടനെ ഒരു കുറിപ്പെഴുതി എഴുതി. അത് അവർ കമ്പ്യൂട്ടറെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കമ്പ്യൂട്ടറെ കൊടുത്തപ്പോൾ കമ്പ്യൂട്ടർ ചോദിച്ചു, കുപ്പി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുപ്പിയൊന്നുമില്ല. ആദ്യത്തെ എക്സ്പീരിയൻസിൽ ആശുപത്രി പോണത്, കുപ്പിയൊന്നും കൊടുന്നില്ല. ഒരു കുപ്പി കൊടുന്നാൽ ഞാൻ മരുന്ന് തരാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അപ്പുറത്ത് ചെന്നപ്പോൾ ഒരു കടക്കാരനുണ്ട്. കടക്കാരൻ പറഞ്ഞു, കുപ്പി തരാൻ പറഞ്ഞു. അപ്പോൾ സർവത്ത് കുപ്പി ഉണ്ടായിരുന്നു. അയാളത് കഴുകി വെടിപ്പാക്കി. പണ്ടത്തെ ആളുകൾ നല്ല ആളുകൾ, അവർ നമുക്ക് വേണ്ടി എന്ത് സർവീസ് ചെയ്യായിരുന്നു. അപ്പോൾ അയാളുടെ ഒരു സർവത്ത് കുപ്പി എടുത്ത് കഴുകി വെടിപ്പാക്കി, ഇത് കൊണ്ടുപോകാൻ പറഞ്ഞ് തന്നു. ഞാൻ അതുകൊണ്ട് കൊടുത്തു. കമ്പൗണ്ടറിനെ നോക്കി, കമ്പൗണ്ടറിൻ്റെ കുറിപ്പ് വാങ്ങി ഉള്ളിലേക്ക് പോയി. ഞാൻ ഈ കുപ്പി അടിയാൾ എങ്ങോട്ട് പോകണേ ഞാൻ നോക്കിയപ്പോൾ ഉള്ളിൽ ചെന്നപ്പം അവിടെ 3 വലിയ കുപ്പികൾ ഇരിപ്പുണ്ട്. ഒരെണ്ണത്തിനകത്തൊരു മഞ്ഞ വെള്ളം, ഒരെണ്ണത്തിനകത്തൊരു ചുവന്ന വെള്ളം, പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ വെള്ളമുള്ള ഒരെണ്ണം. അങ്ങനെ 3 എണ്ണം ഇരിക്കുന്നു. ഇയാൾ അതിനകത്ത് കൂടെ പറഞ്ഞു, ഒരു വലിയ കപ്പുണ്ട്, അത് കപ്പെടുത്ത് മാറ്റി, എന്നിട്ട് 2 കപ്പ് കോരി ഇതിനകത്ത് ഒഴിച്ചിട്ട് കൊണ്ട് കുടിച്ചോളാൻ പറഞ്ഞു. ഞാൻ കിട്ടിയപ്പോൾ തന്നെ അവിടെ തന്നെ ഉച്ചയ്ക്ക് 3 നേരമുണ്ട്. ഒരു നേരത്തെ അവിടെ തന്നെ കുടിക്കണം. ഞാൻ കുടിച്ചു. അയ്യോ, ഒരു പ്രത്യേക ചൊവ. എന്തായാലും ശരി, എൻ്റെ സഹോദരന്മാരെ, 3 നേരം കുടിച്ച് പിറ്റേ ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അന്ന് 24 മണിക്കൂറിന് രോഗം വിട്ടുപോയി. പിറ്റേ ദിവസം തുള്ളിച്ചാടി ഞാൻ സ്കൂളിലേക്ക് പോയി. എൻ്റെ ഛർദിയും പോയി, പനിയും പോയി, കുളിരും പോയി, എല്ലാം പോയി. പിറ്റേ ദിവസം തുള്ളിച്ചാടി ഞാൻ സ്കൂളിലേക്ക് പോയി. പിന്നെ 2 വർഷത്തേക്ക് എനിക്ക് രോഗം വന്നിട്ടില്ല. പിന്നെ 7ാം ക്ലാസ്സിലെ 7 8 പഠിക്കുമ്പോഴാണ് പിന്നെ ഒരു രോഗം വരുന്നത്. അന്ന് തലകർക്കും ഒരു പ്രത്യേക മന്നിപ്പ്, എല്ലാം കൂടെ കൂടി ഒരു പ്രത്യേക അവസ്ഥ. അപ്പോഴും ഈ താലൂക്ക് ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി ചെന്നു. അവിടെ ഡോക്ടറുണ്ട്. ഇന്നാണ് ഈ സ്പെഷ്യലിസ്റ്റുകളെല്ലാം കൂടി വന്നിരിക്കുന്നത്. അന്നെല്ലാം കൂടി ഒരു ഡോക്ടറേ ഉള്ളൂ. ആ ഡോക്ടറെ ചെന്ന് ഡോക്ടർ പറഞ്ഞു, ശരി ഇങ്ങോട്ട് നോക്കി തലയിൽന്ന് പിടിച്ചു. അത്രേ ഉള്ളൂ. 2 മിനിറ്റ് കുറിപ്പ് എഴുതി തന്നു. ആ കുറിപ്പും കൊണ്ട് ചെന്നു കമ്പൗണ്ടറെ കൊടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ കുപ്പി കരുതിയിട്ടുണ്ട്. കമ്പൗണ്ടർ കുപ്പി ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഈ കുപ്പി മേടിച്ചോണ്ട് പോയി. ഞാൻ നോക്കുമ്പം പഴയ കുപ്പിയിൽ നിന്ന് തന്നെ പുള്ളി ആറ്റി ഇത് 2 കപ്പ് ഒഴിച്ച് തന്നു. എന്തായാലും ശരി, അത് കുടിച്ചു. 12 മണിക്കൂർ, ഒരു 3 നേരം കുടിക്കേണ്ടി വന്നില്ല. രോഗം പോയി. ഞാൻ തുള്ളിച്ചാട്ടി സ്കൂളിലേക്ക് പോയി. പിന്നെ എനിക്ക് 2 വർഷത്തിന് രോഗം വന്നിട്ടില്ല. പിന്നെ 10ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് പിന്നെ രോഗം വരണത്. 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് വരണമെന്ന് വെച്ചാൽ എനിക്ക് കണ്ണിന് ഒരു മങ്ങൽ. 10ാം ക്ലാസ് SLC പരീക്ഷയുടെ സമയമാണ്. പഠിച്ച് അതിലങ്ങോട്ട് പൂണ്ട് കഴിഞ്ഞപ്പോൾ ആകെപ്പാട് ഒരു ഇതായിപ്പോയി. കണ്ണൊക്കെ അങ്ങോട്ട് ഇതായി. അപ്പോൾ ഞാൻ കണ്ണുവേദന ഒരു ഞരമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഈ ഡോക്ടർ അവിടെ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രി ചെന്നു. 2 മിനിറ്റ് കുറിപ്പ് എഴുതി കൊണ്ടുപോയി. കമ്പൗണ്ടർ ചോദിച്ചു, കുപ്പിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊടുത്തു. ഇതാ പഴയ വെള്ളത്തിൽ കൂടെ തന്നെ. എന്താ ചെയ്യ, ഞാനത് കുടിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ ദിവസം പോലും ആശുപത്രി പോയൊരു ദിവസം അല്ലാതെ പിന്നെ ഒരു ദിവസം സ്കൂൾ മുടങ്ങാൻ ദൈവം ഇടവരുത്തിയില്ല. പിറ്റേ ദിവസം തന്നെ ക്ലിയർ പോയി. നന്നായിട്ട് സ്കൂളിൽ പരീക്ഷയ്ക്ക് എഴുതി. SLC ഒക്കെ നന്നായിട്ട് എഴുതി. സ്കൂൾ ഫസ്റ്റോടെ പാസ്സായി. ഹല്ലേലൂയ. ഇന്നത്തെ സ്ഥിതി, അന്നും വെറുതെ ഡോക്ടർമാർക്ക് കണ്ട മെഷീനോ ഈ കണ്ട സംഗതികളൊന്നും ഉണ്ടായിരുന്നോ? ഈ സ്പെഷ്യാലിറ്റിക്ക് എന്നാ വന്നത്?
ഈ കണ്ട റോഡോ വണ്ടികളോ ഫോണോ മൊബൈലോ ഒന്നുമില്ല. നടന്ന് പോകണം 1.5 മണിക്കൂർ. അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ഡോക്ടർമാർക്കും അവർക്ക് 2 മിനിറ്റ് മതിയായിരുന്നു. തിരിച്ചെന്ന് നോക്കി കണ്ണൊക്കെ ഒന്ന് പിടിച്ച് ഇത്രേ ഉള്ളൂ, കുറിച്ചു, കൃത്യമരുന്നായിരിക്കും. രോഗം മാറിയിരുന്നു. ഡോക്ടർമാർക്ക് രോഗം മനസ്സിലായിരുന്നു, രോഗം മാറിയിരുന്നു, മെഡിസിൻ ഫലിച്ചിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കി കഴിയുമ്പോൾ പറയാണ് ആള് മരിച്ചു, ഡെഡ് ബോഡി കൊണ്ടുപോകാൻ. പ്രിയപ്പെട്ട സഹോദരൻ പറ, പണ്ടാണ് ഇപ്പോഴാണ് മനുഷ്യന് ആരോഗ്യം കൂടുതൽ? ഇന്ന് ഈ റോഡുണ്ടായി, മൊബൈലുണ്ടായി, കറണ്ട് ഉണ്ടായി, വണ്ടി ഉണ്ടായി, എല്ലാം ഉണ്ടായി കഴിഞ്ഞു. സൂപ്പർ സ്പെഷ്യാലിറ്റിയും ഡോക്ടർമാരും നഴ്സുമാരും മരുന്നുകളെല്ലാം കുന്നുകൂടി കഴിഞ്ഞപ്പോൾ ഇപ്പം മനുഷ്യന്റെ ആരോഗ്യം മുമ്പന്നത്തേക്കാൾ അധികമായി കുത്തനെ അത് പ്രതികൂലം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ വല്ലയിടത്തൊക്കെ ഓരോന്നേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ ഇപ്പൊ നിരപ്പയായി. ഇനി എവിടെ ഇല്ലെന്ന്, ആർക്കും ഇല്ലാത്തതെന്ന് ഇനി നോക്കിയാൽ മതി. അതുപോലെ ആയില്ല രോഗങ്ങള്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി, ഈ കുട്ടികളുടെ എണ്ണം എല്ലാം കൂടെ അങ്ങോട്ട് കുറച്ചപ്പോ ആരോഗ്യം അങ്ങോട്ട് കൂടി. എല്ലാം നല്ല ആരോഗ്യസ്വാമിമാരായെന്ന് വിചാരിക്കണ്ട. ആരോഗ്യം നശിച്ച ജനത, ഈ തലമുറകൾ ലോകത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കാലാവസ്ഥ മാറിയാൽ മതി, നരപ്പ്, പകർച്ചവ്യാധികളും അല്ലാത്ത വ്യാധികളും എല്ലാം കൂടെ കൂടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി മാനസികാരോഗ്യം പണ്ടാണ് ഇപ്പോഴാണ് കൂടുതൽ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇന്നത്തെ മാനസികാരോഗ്യത്തെ സ്ഥിതി ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഒരു ധ്യാനത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി ഒരു VIP കുടുംബം അവിടെ വന്നു. ഇവിടുത്തെ ഉള്ള കേരളത്തിലൊരു അച്ഛൻ്റെ കുടുംബമാണ്. അച്ഛനും എൻ്റെ കൂട്ടത്തിലുണ്ട്, കേരളത്തിലെ അച്ഛനും എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കുടുംബം അവിടെ വന്നു. അങ്ങനെ രാവിലെ ഞങ്ങൾ കണ്ട് സംസാരിച്ചു, ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രഭാത ഭക്ഷണത്തിന് അവരെ ക്ഷണിച്ചു. അങ്ങനെ ആ കുടുംബത്തിലെ ഭർത്താവ് മരിച്ചിരിക്കുകയാണ്. ഈ അച്ഛൻ്റെ പെങ്ങളും ഉണ്ട്, പിന്നെ 2 കുട്ടികളും ഉണ്ട്. മൂത്ത കുട്ടി +2, ഇവിടുത്തെ പ്രീ-ഡിഗ്രി +2 പഠിക്കുന്ന പ്രായം, ഇളയ കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം, അത്രേ ഉള്ളൂ. അങ്ങനെ അവർ വന്ന്, അപ്പം അമ്മ അവിടെ ഇരുന്നു, അച്ഛൻ ഇവിടെ ഇരുന്നു, ഞാനിവിടെ ഇരുന്നു, എൻ്റെ നേരെ ഫ്രണ്ടിൽ അവരെ 2 മക്കളിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഉണങ്ങിയ റൊട്ടിക്കകത്ത് എന്തോ ഒരു സാധനം വെച്ചിട്ട്, ചുവയില്ലാത്ത സാധനം വെച്ചുള്ള ഒരു സംഭവമാണത്. എന്താ സാൻഡ്വിച്ചോ എന്തായാലും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മൂത്ത കുട്ടി +2 പഠിക്കുന്ന അവിടുത്തെ ആ തലത്തിലുള്ള അത്രയും ആ മൂത്ത കുട്ടിക്ക് ഒരു തുമ്മൽ വന്നു. അപ്പോൾ തുമ്മൽ വന്നാൽ നമ്മുടെ ഇവിടുത്തെ പോലെ തുമ്മാനൊന്നും അവിടെ അനുവാദമില്ല. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ വെച്ചിട്ട് അപ്പോൾ അവർ ഉടനെ ഈ ടിഷ്യൂ പേപ്പർ എന്ന സാധനം എടുത്തു. ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഒരുപാട് സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കണം, ഇങ്ങനെ ഒരു സൈഡ് മറയ്ക്കണം, പിന്നെ ടിഷ്യൂ പേപ്പർ പിടിക്കണം, ഇതെല്ലാം പിടിച്ചിട്ട് എന്ന് പറഞ്ഞൊരു തുമ്മലങ്ങടെ തുമ്മി. പല സ്റ്റെപ്പുകൾ വെച്ചാലും ഒരു തുമ്മൽ അവിടെ ചെയ്യാൻ അനുവാദം. അപ്പോൾ അങ്ങനെ ഇവനും തുമ്മി തീർന്നതും ഇളയത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അപ്പുറത്തിരിക്കുകയാണ്. അവൻ അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. എന്തായാലും മലയാളത്തിലായിരുന്നില്ല, ദൈവാനുഗ്രഹം. നല്ല സുസ്തെറികൾ തന്നെ. ഇത് കേട്ട ഉടനെ അമ്മയുടെ മുഖം വളർന്നത് ഞാൻ കണ്ടു, മൂത്ത ചേട്ടൻ്റെ മുഖം വളർന്നത് ഞാൻ കണ്ടു. ഞങ്ങളുടെ മുഖം വളറിയില്ല, കാരണം ഞങ്ങൾ സ്വിസ് ഭാഷ അറിയാത്തത് കൊണ്ട്, ഞങ്ങൾ ഒന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ക്യാ ഹുവാ എന്ന് ചോദിച്ചു നിൽക്കുകയാണ്. ഉടനെ ഈ അമ്മ പറയുന്നുണ്ട്, മോനെ നീ എന്തത്ര ദേഷ്യപ്പെടുന്നത്? നിന്റെ ചേട്ടനല്ലേ, നിങ്ങൾ ഏകോദര സഹോദരന്മാരല്ലേ? ഇവൻ എന്ത് ഏകോദര ഇരിക്കുന്നു, ഇവൻ പിന്നെ നല്ല പൂശിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഈ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് വന്നതല്ലേ? ഇവന് ഗർഭപാത്രം വെച്ചിട്ടുണ്ടോ? ഇവൻ കടന്ന് അപ്പനോട് ചേട്ടനോട് കണ്ടമാനം ഷൗട്ട് ചെയ്യാം. ആ ചേട്ടൻ്റെ മുഖമെല്ലാം വിളറിയിട്ട് നാശമായി കളഞ്ഞു. അത് തുമ്മൽ വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അവൻ്റെ ഒരു ചേട്ടനൊന്ന് തുമ്മിയപ്പോൾ ഇവന് ടോളറേറ്റ് ചെയ്യാൻ പറ്റണില്ല. ഡിസ്റ്റർബൻസ് ആയെന്നാണ് പറയണത്. ഭക്ഷണം കഴിക്കുന്നത് ഡിസ്റ്റർബൻസ് ആയെന്നാണ് പറയണത്. മാനസികാരോഗ്യം വർദ്ധിച്ച് അങ്ങനെയായി. നമ്മുടെ കുടുംബത്തിൽ എന്താ സ്ഥിതി? എടുത്തിട്ട് ഇടിച്ചാലും എടുത്തിട്ട് തൊഴിച്ചാലും ശരി, പിന്നെ അവർ ഒറ്റ കൂട്ടുകെട്ടാണ്. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. ശരിയല്ലേ? അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു വലിയ മൈക്ക് വെച്ചിട്ട് നേരെ വെളുക്കണ വരെ ബാങ്ക് വിളിച്ചാലും ശരി, മതപ്രസംഗം നടത്തിയാലും ശരി, നമുക്ക് വിഷയമില്ല. നമ്മൾ കടന്നിറങ്ങി പിറ്റേ ദിവസം ജോലിക്ക് പോകും. നമ്മൾ വലിയ കംപ്ലൈൻറ്റിൻ്റെ കാര്യത്തിനൊന്നും നിൽക്കൊന്നുമില്ല. കാരണം എന്താ? മാനസികാരോഗ്യമുണ്ട്. എന്നാൽ സ്വിറ്റ്സർലൻഡിലെ സ്ഥിതി എന്താണെന്നറിയോ? സ്വിറ്റ്സർലൻഡിൽ ആ ധ്യാനം നടത്തിയപ്പോൾ സംഘാടകർ എന്ന് പറഞ്ഞ, അച്ഛാ വെളുപ്പിനെ 5:30 എഴുന്നേക്കണമെന്ന് പറയരുത്, 6 മണിക്കൊക്കെ എഴുന്നേറ്റാൽ മതിയാവും. എന്താന്ന് ചോദിച്ചു വിഷയം. ആളുകൾ നേരത്തെ 5 മണിക്കോ അങ്ങനെ എഴുന്നേറ്റ് ടാപ്പ് ഓൺ ചെയ്ത് ബക്കറ്റിലേക്ക് വെള്ളം വീണ സ്വരം അടുത്ത വീട്ടിലുള്ളവർ കേട്ടാൽ കംപ്ലൈൻറ്റ് ചെയ്താൽ പോലീസ് വരും.
മാനസികാരോഗ്യം അങ്ങനെയായി. ഇപ്പം അടുത്തൊരു വീട്ടിൽ ബക്കറ്റിലേക്ക് വെള്ളം വീഴുന്ന സ്വരം കേൾക്കുന്നത് ഡിസ്റ്റർബൻസ് ആണ്. ഇപ്പം ഗ്രാൻഡ് ഡിസ്റ്റർബൻസ്. കുട്ടികളുടെ എണ്ണം കുറച്ച് സ്വാർത്ഥന്മാര്, സ്വാർത്ഥത മുറ്റിയ മൂർത്തികൾ, മൂർത്തികൾ ഉയർന്നുയർന്ന് ഇങ്ങനെയായ സ്ഥിതി. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആത്മീയ ആരോഗ്യ പണ്ടാണ് ഇപ്പോഴാണ് കൂടുതൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കുട്ടികളുടെ എണ്ണാണ്ട് കുറച്ചിട്ട് നല്ലൊരു വീടുണ്ടാക്കിയിട്ട് നല്ലൊരു റോഡും ഉണ്ടാക്കി നല്ലൊരു കമ്പ്യൂട്ടർ വാങ്ങി നല്ല ഫുഡ്, ചിക്കനും പിന്നെന്താണ് പന്നിയും താറാവും ഡക്കും ഇതെല്ലാം കൂടെ കുഴച്ച് ഉരുട്ടി അങ്ങ് കൊടുത്തെന്ന് വിചാരിച്ച് ഇതുങ്ങളെല്ലാം നല്ല ടിപ് ടോപ്പാന്ന് വിചാരിക്കണ്ട. മാനസികാരോഗ്യം പോലെ തന്നെ ആത്മീയ ആരോഗ്യവും മുമ്പന്നത്തേക്കാൾ അധികമായി ഇന്ന് മനുഷ്യന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു പ്രദേശത്ത് അച്ഛൻ ശുശ്രൂഷയ്ക്ക് എന്നപ്പം നല്ലൊരപ്പൻ നല്ലൊരമ്മ ഇത് രണ്ടും കൂടി ഒരു കുട്ടീനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ കൂടി വന്ന 5ാം ക്ലാസ്സിൽ ഒരു പിർണീസ്, ഒരു ഇത്രയും വലുപ്പമാണ്, ഒരു 10 മുളകിനേക്കാൾ ഇത്തിരി കൂടെ വലുപ്പം കൂടുതലുണ്ട്. ഞാൻ ചോദിച്ചു, ഇവൻ നല്ലൊരു കുട്ടിയാണല്ലോ, ഇവനോട് എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ പറയണം, അച്ഛാ ഇവനെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത അച്ഛാ, ഞങ്ങൾക്ക് വലിയ നാണക്കേടാ അച്ഛാ, അച്ഛൻ പ്രാർത്ഥിക്കൂ. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളല്ലേ, ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ വിഷയം ഇതാണ്, ഇവനൊരു പ്രത്യേക രോഗം. ആ രോഗം ഇതാണ്, അവൻ്റെ സ്കൂളിൽ അവനെ ഡിസ്മിസ് ചെയ്യാൻ കാരണം ഇതാണ്, ഇവൻ ആരെ കണ്ടാലും ഇവൻ ഒരു ഒറ്റ റിക്വസ്റ്റ് അവനുള്ളൂ, ഈ എന്നെ ഒന്ന് ബലാത്സംഗം ചെയ്യോ. ആദ്യമൊക്കെ ടീച്ചർമാരും അല്ലെങ്കിൽ അവിടെയുള്ളൊരു ഇവനെ കൺട്രോൾ ചെയ്തു. ഇവൻ കൂട്ടുകാരോട് പറയണത് ഇവൻ ഇങ്ങനത്തെ ഓരോ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്കൂളിൽ ഇതിനേക്കാൾ വലിയ ഡിസ്റ്റർബൻസ് ഇനി വരാനുണ്ടോ? ടീച്ചർമാർ കുറെ നിയന്ത്രിക്കാൻ നോക്കി, സ്കൂൾ മൊത്തം വിഷയമായി. ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പളും എല്ലാവരും അറിഞ്ഞു, എല്ലാവരും വിളിച്ച് താക്കീത് ചെയ്തു. നിയന്ത്രിക്കാൻ പറ്റാത്ത മാതാപിതാക്കന്മാരെ വിളിച്ച് താക്കീത് ചെയ്തു. അവസാനം അവർ ഒരു നല്ല ടൈമിൽ സ്കൂളിൽ നിന്ന് പതുക്കെ ഡിസ്മിസ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞാൻ ആ കുട്ടീനെ നോക്കി, ഇവൻ പറയാണ് എനിക്കിതല്ലാതെ വേറെ തോന്നണില്ലെന്ന് പറഞ്ഞു. ദയനീയമായ ആ കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ആ കുട്ടിയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകണില്ല. അത്രയും ദയനീയമായ സ്ഥിതിയാണ്. അവൻ മനഃപൂർവ്വം പറയണമെന്നല്ല, അവൻ്റെ സ്ഥിതി അതാണ്, അവൻ്റെ സ്ഥിതിയാണത്. അവൻ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇവന് ഒരു കുട്ടീനെ കണ്ട, ഒരു ആൺകുട്ടീനെ കണ്ടാൽ അവനോട് പറയും എന്നെ ഒന്ന് ബലാത്സംഗം ചെയ്തു തരുമെന്ന്. പെൺകുട്ടികളോട് പറഞ്ഞിട്ടില്ലെന്ന് അറിയാൻ പറ്റില്ല, എന്തായാലും ആൺകുട്ടികളോട് അവൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമായി. അന്ന് രാത്രി ആ കുട്ടിയുടെ മുഖം, ആ ദയനീയമായ കണ്ണുകൾ, ആ കുട്ടി 5ാം ക്ലാസ്സിൽ ചെറുത്. ഞാൻ ദൈവമേ എന്താ ഇങ്ങനെയൊക്കെ? അപ്പോഴാണ് ദൈവം പറഞ്ഞത്, പണ്ടും മനുഷ്യർക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമായിരുന്നു. ചില ചിന്തകളൊക്കെ വന്നങ്ങനെ പോകും. അത് വലിയ ആളുകൾ ചെറിയ ആളുകൾ ചിലപ്പോൾ വരുമായിരിക്കും. അങ്ങനെ വന്നങ്ങനെ പോയിരുന്നു. അപ്പോൾ ആരോഗ്യമുള്ള മനസ്സായതുകൊണ്ട് അതൊന്നും ഏശിയിരുന്നില്ല. ഒരു കാറ്റ് വന്ന് പോകണം, നമ്മളൊരു വിഷയമാക്കണുണ്ടോ? ഇപ്പോൾ നമ്മൾ നടന്നു പോകണമെങ്കിൽ എന്തൊക്കെ കാറ്റുകൾ വരുന്നു പോകണം, നമ്മളത് വിഷയമാക്കുന്നില്ല. അതങ്ങനെ നമ്മൾ നമ്മുടെ കാര്യത്തിന് മുമ്പോട്ട് പോകണോ? മാനസികാരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മാനസികാരോഗ്യം തകർന്ന് തരിപ്പണായപ്പോൾ ഇപ്പോൾ ഈ ചെതുക്ക് മരത്തെ കിളിർത്ത കൂണ് പോലെയാണ് പലരുടെയും സ്ഥിതി. ഒരു ചെറിയ ചിന്ത വരുമ്പോൾ അതിനെ എതിരിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധം മനസ്സിൽ ആരോഗ്യം തകർന്നു. ഹല്ലേലൂയ. ആത്മീയത തകർന്നു. ആത്മീയത തകർന്ന ഒരു സമൂഹം, ആത്മീയത തകർന്ന ഒരു തലമുറ. അതിന് ഈ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുവേണ്ടി കരുക്കൾ നീക്കിയ വളരെ കിരാതന്മാരായ മാതാപിതാക്കന്മാർ ലോകത്തിലുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. അതായത് ഞാൻ സ്കൂളിൽ എല്ലാ ക്ലാസ്സിലും 1ാം സ്ഥാനം വാങ്ങി പാസ്സാവും. സ്കൂളിൽ പഠിക്കുന്ന കാര്യത്തിൽ എനിക്കങ്ങനെ. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികളെല്ലാം അതുപോലെയാണ്. എനിക്ക് 50-ൽ 49 മാർക്കാണെങ്കിൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ കൂട്ടുകാർ 50-ൽ 48, 47 അങ്ങനെയുള്ളവർ എൻ്റെ അടുത്തടുത്ത് ഫസ്റ്റ് ബെഞ്ചിലുണ്ടാവും. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ബെഞ്ചിൽ അല്ലെങ്കിൽ സെക്കൻഡ് ബെഞ്ചിൽ ഫസ്റ്റ് ആണ് എൻ്റെ സ്ഥാനം. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് 49 മാർക്കാണെങ്കിൽ എൻ്റെ തൊട്ടടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, അവന് 48 മാർക്ക്. അവൻ എൻ്റെ തൊട്ടടുത്തിരിക്കും. അവൻ്റെ പേര് വിജയൻ എന്നാണ്. ഒരു ദിവസം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിജയൻ എന്നോട് പറഞ്ഞു, സേവിയറെ നീ ഇത് കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ കാണുന്ന എന്താണെന്നറിയോ? ദൈവമേ,
ഞാൻ ഇതുവരെയും കാണാത്ത പല പല ആകാശങ്ങളും ഭൂമികളും എല്ലാം കൂടെ കൂടി അതിനകത്തിരിക്കുക. ഞാൻ ചോദിച്ചു, വിജയ ഇതെന്താ ഈ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ പറയണത്, സേവ്യറെ ഇതാണ് ലോകം, നമ്മൾ വല്ല അറിയണുണ്ടോ? നമ്മൾ നന്നായി പഠിക്കുന്ന കുട്ടികളായി വിഷയം മാത്രം പഠിച്ച് ഫ്രണ്ടിലെ ബെഞ്ചിരിക്കുക, ആ പുറകിലേക്ക് ബെഞ്ചിലേക്ക് നോക്കി അവന്മാരെല്ലാം ഇതാ നോക്കിക്കൊണ്ടിരിക്കണെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ കുറേ നഗ്ന ചിത്രങ്ങളാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പുസ്തകം അങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുന്നത്. നഗ്ന ചിത്രങ്ങളോ എന്തൊക്കെ പേക്കോ എന്നുള്ള ചിത്രങ്ങളൊക്കെ ഉള്ള കുറേ ഒരു ചിത്രങ്ങളുള്ളൊരു പുസ്തകം. ഞാൻ പറഞ്ഞു, വിജയ ഇതെന്താ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ വിജയ. അപ്പോൾ ഉടനെ വിജയം പറഞ്ഞു, എൻ്റെ സേവ്യറെ നീ കണ്ടിട്ടില്ലെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരെണ്ണം നിനക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കും. എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനാണ് കേട്ടോ. അവന് ഇപ്പോഴും എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനാണ്, അന്നും എൻ്റെ ആത്മാർത്ഥ. ഇന്ന് അദ്ദേഹം ISROയിലെ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നല്ല കുട്ടി, നല്ല തെളിഞ്ഞ സ്വഭാവം. അപ്പോൾ അവൻ എന്നോടുള്ള ആത്മാർത്ഥ സ്നേഹം കണ്ട് വിദഗ്ധമായി എല്ലാവരുടെ കണ്ണിൽ നിന്ന് മറച്ച് ആരും കാണാതെ പരമ രഹസ്യമായിട്ട് ഇതെൻ്റെ അടുത്ത് എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് വേണമെങ്കിൽ കൊണ്ടുപോകാൻ നാളെ രാവിലെ കൊണ്ടുവന്നാൽ മതി. ഞാൻ പറഞ്ഞു, ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് കടക്കാൻ പോണത്. അന്ന് നിങ്ങൾ ഓർക്കണ്ടോ, ഒരു 80s 75 80 ആ കാലഘട്ടത്തിൽ ഒത്തിരി പുസ്തകങ്ങൾ കയ്യിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നൊരു കാലം. റബ്ബർ ബാൻഡ് ഇട്ട് അതിന് മുകളിൽ ചോറ്റുപാത്രമൊക്കെ വെച്ച് കുറേ പുസ്തകങ്ങൾ. ഞാൻ പറഞ്ഞു, ഈ പുസ്തകങ്ങളുടെ ഇടയിലേക്ക് വെച്ചോ, ആരും കാണണ്ടെന്ന് പറഞ്ഞു. വിജയൻ വളരെ മിടുക്കനായ വിജയനാണ്. അവൻ വളരെ വിദഗ്ധമായി ആരും കാണാതെ പുസ്തകം വെച്ച് ഓപ്പറേഷൻ പൂർത്തിയാക്കി. അന്ന് 4 മണിക്ക് സ്കൂൾ വിട്ടാൽ എവിടെയും തങ്ങാൻ പാടില്ല. ഞങ്ങളുടെ വീട്ടിലെ ഓർഡർ അനുസരിച്ച് 4 മണിക്ക് സ്കൂൾ വിട്ടാൽ നേരെ വീട്ടിൽ വരണം. വീട്ടിൽ വന്നാൽ ഭക്ഷണമുണ്ട്, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച് ഉടനെ പശുവിന് പുല്ലിയെത്തണം, പിണ്ണാക്ക് വാങ്ങണം, പറമ്പിൽ പണിയണം, ഇഞ്ചിക്ക് ചവറ് വെക്കണം. ഒരു 6-6:30 വരെ ചത്ത് പണിയെടുക്കണം. അങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഓടി വന്ന് കുളിച്ച് റെഡിയായി 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയുണ്ട്, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടണം. അപ്പോൾ ശരിക്കും സന്ധ്യാപ്രാർത്ഥന നന്നായിട്ട് ചൊല്ലി കഴിഞ്ഞാൽ 7:45 എത്രയും നീളം അതെല്ലാം കഴിയുമ്പോൾ പിന്നെ കുറച്ച് ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഒരുമിച്ചിരുന്ന് 10 മിനിറ്റൊക്കെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ സംസാരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിഷ്ടമുള്ള ഹോംവർക്കൊക്കെ ചെയ്യാം, സ്കൂളിൻ്റെ കാര്യങ്ങൾ പഠിക്കാം. ബാക്കി എത്ര 12 മണി വരെ 2 മണി വരെ വെളുപ്പിനെ വരെ ഇരുന്നാലും ആർക്കും തടസ്സമില്ല. രാത്രി എത്ര മണിക്ക് നമുക്കിരുന്ന് പഠിക്കാം. നേരം വെളുത്താൽ വീണ്ടും പശുവിനെ പുല്ലിയെത്തണം, പാൽ കൊണ്ട് കൊടുക്കണം, പറമ്പിലെ ചാണകം വാരണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. 8-8:30 വരെ ചെയ്ത് ഓടി വന്ന് കുളിച്ച് റെഡിയായി സ്കൂളിലേക്ക് ഓടിപ്പോകണം. 9 മണിക്ക് അവിടെ നിന്ന് സ്കൂളിലേക്ക് പോകണം. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഷെഡ്യൂൾ അനുസരിച്ച് അന്ന് ചെന്ന് പുസ്തകമൊക്കെ വെച്ച് ഭദ്രമായിട്ട് വെച്ചു. അതിനുശേഷം ഭക്ഷണം കഴിച്ച് വേഗം പോയി പശുവിനെല്ലാം കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പം അന്ന് ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് ഒരു പുസ്തകം മേശപ്പുറത്ത് കിടപ്പുണ്ട്. ഞാൻ സൂക്ഷിച്ച് നോക്കി, അയ്യോ, വിജയൻ വളരെ വിദഗ്ധമായി എൻ്റെ പുസ്തകക്കെട്ടിനുള്ളിൽ വെച്ച പുസ്തകം ഇതാ മേശപ്പുറത്ത് കിടക്കണം. അന്ന് ഫുൾ ബെഞ്ച് കൂടിയിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വിജിലൻസ് പിടികൂടി. ഈ വിജിലൻസും സ്ക്വാഡും CBI ഒക്കെ പണ്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ അതുണ്ടായിരുന്നു. ഞാനിത് ആരും അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ചിരുന്ന രാത്രിക്ക് ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ വിശദമായിട്ട് സമയമെടുത്ത് ഇതെല്ലാം ഒന്ന് പഠിക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് വിജിലൻസിൻ്റെ കയ്യിൽ ചെന്ന് പെട്ടത്. ഇതാര് കൊണ്ടുവന്നായി അവിടെ ഓർഡർ അവിടെ ചില വിസ്താരങ്ങൾ നടക്കുകയാണ്. ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ കൊണ്ടുവന്നല്ല, എനിക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ ചോദിച്ചത് ആർക്കും അറിയാൻ പാടില്ല ഈ പുസ്തകമാണെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. ക്ലാസ്സിൽ അങ്ങനത്തെ ഒരു പുസ്തകം കണ്ടായിരുന്നു, ഇത് എനിക്കറിയാൻ പാടില്ല, ഇത് ഇവിടെ എങ്ങനെ, ഞാൻ വായിച്ചിട്ടുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സത്യമാണ്, ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ അന്ന് രാത്രി വായിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷേ അത് നമ്മൾ പറയേണ്ട കാര്യമല്ലോ വിചാരണയിൽ. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, ഞാൻ വായിച്ചിട്ടുമില്ലെന്ന് പറഞ്ഞു. പിന്നെ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കിയെടുത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സിവിൽ കോടതിയൊക്കെ തോറ്റുപോകും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഞങ്ങൾ 4-5 പേര് ഒന്നിച്ച സ്കൂളിലേക്ക് പോണത്. ഞാൻ 6ാമത്തെ ആളാണ്, എൻ്റെ മുകളിലുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ. അങ്ങനെ സ്കൂളിൽ ചെന്ന് പിറ്റേ ദിവസം ചെന്നു ആ വിജയനെ വിളിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിജയനോട് പറഞ്ഞു, വിജയ, എൻ്റെ സ്നേഹിത പിടികൂടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ ദയവ് ഇതിപ്പോൾ വന്നില്ലെങ്കിൽ നമ്മുടെ 2 പേരുടെ സ്ഥിതി മോശമാവും. നീ വന്നാൽ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ ഞാൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ച് ഞാനും അവനും കൂടി ചെന്നു. അങ്ങനെ ചെന്നപ്പം എൻ്റെ ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാർ അവനെന്ന് കണ്ണുരുട്ടി നോക്കി. അത് ശരി, നീയാണ് ഈ പണിയെല്ലാം ഒപ്പിക്കണല്ലേ എന്ന് ചോദിച്ചു.
എന്നിട്ട് 2 മിനിറ്റിലും ഇനി മേലിൽ ഈ പുസ്തകം ഇങ്ങനത്തെ വല്ല പുസ്തകം വന്നിട്ട് കണ്ണടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് 2 ഷൗട്ടിംഗ് ഒക്കെ നടത്തിയിട്ട് അവർ പോയി. കയ്യാങ്കളിയൊന്നും ചെയ്തിട്ടില്ല, വെറുതെ വാക്കുകൊണ്ട് 2 ശാസനമൊക്കെ കൊടുത്തിട്ട് അവർ പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് ഇന്ന് വരെ ഒരു ചീത്ത പുസ്തകം എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഒരു ബ്ലൂ ഫിലിമിൻ്റെ കാസറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല സൈറ്റുകളോ അങ്ങനെയുള്ള കൂട്ടുകാർ ഒരൊറ്റ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരണില്ല. എന്താണെന്നറിയാൻ പറഞ്ഞതിൻ്റെ കാരണം ഞാൻ ചിന്തിക്കുന്നുണ്ട്, ആ വിജയനാണ് ഇതിൻ്റെ കാരണമെങ്കിൽ വിജയൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പോയി. പിന്നെ നമ്മൾ എത്രയോ കോളേജിലും അതേപോലെയൊക്കെ പല സാഹചര്യങ്ങളിലൂടെയൊക്കെ പോയി. പിന്നീട് ഇന്ന് വരെ അശ്ലീലത്തോട് ബന്ധപ്പെട്ട ഒരു ചീത്ത പുസ്തകമോ കൂട്ടുകെട്ടോ ഇതൊന്നും എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കണ ഇതാണ്, അന്ന് ആ ചേട്ടന്മാർ വന്ന് ശാസിച്ചപ്പോൾ ഒരു നാടൻ ഡെലിവറൻസ് പ്രാർത്ഥന നടത്തുകയാണെന്ന്. ഇനി മേലിൽ കണ്ണടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും വിജയനോടല്ല പറഞ്ഞത്, പിശാചിനോടാണ് പറഞ്ഞത്. ആ പിശാച്, അശ്ലീലത്തിലേക്ക് വലിച്ചഴക്കണ പിശാച് പിന്നെ എൻ്റെ അടുത്തേക്ക് വരാൻ പേടിയപ്പോൾ അതാ അങ്ങനത്തുള്ള കാര്യങ്ങളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ കൂടപ്പിറപ്പുകൾ ദൈവം ഉയർത്തിയ സംരക്ഷണ വേലിയാണ്. നമ്മളിപ്പോൾ ഒരു കുട്ടീനെ ജനിപ്പിച്ച് ഒരു കുട്ടിയായിട്ട് അതിന് കമ്പ്യൂട്ടർ കൊടുത്ത് കുറച്ച് കാറ്റഗിസം പുസ്തകം, കുറച്ച് നല്ല പുസ്തകവും കുറച്ച് പ്രാർത്ഥനാ പുസ്തകമൊക്കെ വാങ്ങി കുറേ ഫുഡ് കൊടുത്തിട്ട് മുറിയിലും കിട്ടുമെന്ന് വിചാരിച്ച് എല്ലാം റെഡിയായെന്ന് വിചാരിക്കണ്ട. കൂടപ്പിറപ്പുകളിൽ നിന്ന് കിട്ടുന്ന സംരക്ഷണം കൂടപ്പിറപ്പുകളിൽ നിന്ന് കിട്ടണം. അപ്പനമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്? അപ്പനമ്മയ്ക്ക് എത്ര സംരക്ഷണം കൊടുക്കാൻ പറ്റും? ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഞാൻ പരിചയപ്പെട്ടു. അവൻ +2 പഠിക്കുന്ന കുട്ടിയാണ്. അവനെ വിളിച്ച് സംസാരിച്ച് അവൻ പറഞ്ഞിങ്ങനെയാണ്, അവൻ്റെ മുറിയിൽ ഇപ്പോൾ മിനിമം 150-ലധികം ബ്ലൂ ഫിലിമിൻ്റെ കാസറ്റുകൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. കിട്ടാവുന്ന സൈറ്റിൽ നിന്നെല്ലാം അവൻ ഈ ബ്ലൂ ഫിലിമിൻ്റെ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് അവൻ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ അട്ടപ്പാടിയിലുള്ള എല്ലാ ഹൈസ്കൂളിലും കൊണ്ടുപോയിട്ട് CD എടുത്ത് കോപ്പി എടുത്ത് അവൻ കൊടുക്കും. ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും വിതരണം ചെയ്യുന്ന ഒരു തിന്മയുടെ ഒരു ഏജന്റ് പോലെ അവൻ പ്രവർത്തിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എൻ്റെ മോനെ 150 എണ്ണം നിന്റെ വീട്ടിൽ ഇരുന്നിട്ട് നിന്റെ അപ്പനും ഇത് അറിഞ്ഞില്ലെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ പറയണത്, എൻ്റെ മുറിയിൽ കയറാൻ എൻ്റെ അപ്പനും അമ്മയ്ക്ക് അനുവാദമില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്തെങ്കിലും കാരണത്തിൽ അവർ കയറി അവരങ്ങ് ശരിയാക്കും എന്ന് പറഞ്ഞു. അവൻ്റെ മുറി പേടിച്ചിട്ട് അപ്പനും അമ്മയും കയറില്ല. അവൻ്റെ മുറി സെപ്പറേറ്റ് മുറിയുണ്ട്, അതിൽ അപ്പനും അമ്മയും കയറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അല്ലെങ്കിൽ കയറിയാൽ അപ്പനും അമ്മയ്ക്ക് എന്ത് മനസ്സിലാവും? എന്നാൽ ഇവൻ്റെ 5-6 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കും വീട്ടിൽ. ഇവന് 150 എടുക്കേണ്ട, 1 എണ്ണം എടുക്കുമ്പോഴേക്കും തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൂടെ കൂടി പൊതുവേദിയിൽ എത്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകൾ ശക്തമായ ഒരു സംരക്ഷണമാണ്. പാപത്തിൽ വീഴാതിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിൽ ആദ്യ കുർബാനയ്ക്ക് പഠിക്കുമ്പോഴാണെങ്കിലും സ്കൂളിൽ സൺഡേ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും മാർക്കറ്റിൽ പോകുമ്പോഴാണെങ്കിലും എവിടെ പോകുമ്പോഴാണെങ്കിലും ഈ കൂടപ്പിറപ്പുകൾ കൂടെ ഉള്ളത് കൊണ്ട് ആവശ്യമില്ലാത്ത ഒരു തിന്മയ്ക്കും പോകാൻ പറ്റുമായിരുന്നില്ല. ബസ്സിന് കല്ലെറിയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തോട്ടത്തിൽ കയറി ഇങ്ങനെ മോഷണം നടത്താൻ, ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകാതെ സംരക്ഷിച്ചിരുന്ന ശക്തമായ സംരക്ഷണമായിരുന്നു കൂടപ്പിറപ്പുകൾ. ഈ കൂടപ്പിറപ്പുകളിൽ നിന്ന് കിട്ടുന്ന സംരക്ഷണമാണ് ഇന്ന് നമ്മൾ വെട്ടിക്കണ്ടിച്ച് ദൂരെ എറിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ കുട്ടികളെല്ലാം നശിച്ചു പോയി, കുട്ടികളെല്ലാം തോന്നിയാസികളായി, ഈ തലമുറ നശിച്ചു എന്ന് പറഞ്ഞാൽ ഈ നശിച്ച തലമുറയ്ക്ക് രൂപം കൊടുത്താരാ? നശിച്ച മാതാപിതാക്കന്മാര്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജനസംഖ്യ വർധവിനെ കുറിച്ച്, ജനസംഖ്യ ഇങ്ങനെ പെരുകിയാൽ പ്രശ്നം വരുമെന്ന് ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രബോധനം വന്നത് മാൽത്തൂസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഈ പുസ്തകം ദൈവാനുഗ്രഹത്തിന്റെ വഴികൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിരിക്കുന്ന ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? 1798 എഴുതിയ ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന പുസ്തകത്തിൽ തോമസ് മാൽത്തൂസ് ആണ് ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ അപകടമാണ് എന്ന ആശയം ആദ്യമായിട്ട് എഴുതിയത്. ഹല്ലേലൂയ. പുള്ളി എഴുതിയത് എങ്ങനെയാണ്? ജനസംഖ്യ വർദ്ധിക്കുന്നത് ജിയോമെട്രിക് പ്രോഗ്രഷൻ അനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ 2, 4, 8, 16, 32 ആ വിധത്തിലാണ് ജനസംഖ്യ വർദ്ധിക്കുന്നത്. എന്നാൽ